Okay then. So yes, over to you, Sulfat ma'am. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും 2 ദിവസത്തെ പാരന്റിങ് സെഷനൊക്കെ കിട്ടി, എന്തൊക്കെയോ എന്നിൽ മാറ്റം വരുത്താനുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ഒക്കെ കിട്ടി. എന്തോ ഇന്നും എന്തൊക്കെയോ കിട്ടാനുണ്ട് എന്നൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണോ വന്നിട്ടുള്ളത്? ഇന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്ററാക്ഷൻ സെഷനായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. അപ്പം അത് നിങ്ങൾ കഴിയുന്നതും ഇവിടെ നിന്ന് തന്നെ ചോദിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഇന്നർ ചൈൽഡ്. ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുൽഫത്ത്. ഞാൻ റിൻഷി പറഞ്ഞ പോലെ എന്താണ് ഒരു പാരൻറ്റിങ് കോച്ചും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഫെസിലിറ്റേറ്ററുമാണ്. റിൻഷിക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്, പിന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും. അപ്പം നമുക്ക് അധികം വൈകിക്കാതെ സെഷനിലോട്ട് പോകാം അല്ലേ? അപ്പം നമുക്കൊരു ഇന്നർ ചൈൽഡ് ഉണ്ടോ? നിങ്ങളൊന്ന് ഇൻട്രാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ആ, യെസ്, ഉണ്ടല്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ്, ഒരു കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ള കുട്ടിയാണ്? എങ്ങനെയുള്ള കുട്ടിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? നമ്മളുള്ളിലുള്ള ആ കുട്ടി എന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള, അതേസമയം എന്ത് പ്രശ്നത്തെയും സിമ്പിളായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോവാൻ കഴിവുള്ള, ആ ഒരു കറേജസ് ഉള്ള, പ്ലേഫുൾനെസ് ആയിട്ടുള്ള, ഹാപ്പി ഒരു ചൈൽഡാണ്. ഡിവൈൻ കണക്ഷനോട് കൂടിയ ഒരു ചൈൽഡ്. അപ്പം നമുക്കറിയാം, നമ്മൾ പാരൻറ്റിങ് എവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുക? നമ്മൾ ഉമ്മൻ്റെ വയറ്റിലിരിക്കുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി വേണം എന്ന് ഒരു പാരൻ്റ് ആഗ്രഹിക്കുന്ന ആ നിമിഷം തൊട്ട് എന്ത് ചെയ്യണം? പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യണം. ആ കുട്ടിക്ക് ഫസ്റ്റ് പോകുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഉമ്മയുടെ ആണ്. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുക 0 to 7 years. 0 എന്ന് പറഞ്ഞാൽ ഭൂമിനകത്തിരിക്കുന്ന സമയം മുതൽ 7 years വരെയുള്ള ആ കാലഘട്ടത്തിലാണ് നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കേണ്ടത്? കുട്ടികൾക്ക് നമ്മൾ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൂടുതലും കൊടുക്കുക? 0 to 7 yearsനിടക്ക് നമ്മളെ ദേഷ്യം, നമ്മളെ വാശി, നമ്മളെ ഇറിറ്റേഷൻ, നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ ഫിയർ, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുക. അപ്പം ഈ കുട്ടിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഡിവൈൻ ചൈൽഡാണ്, ഇന്നസെൻ്റ് ആണ്. ഡിവൈൻ ചൈൽഡ് എന്നാണ് 0 to 7 yearsനിടയ്ക്കുള്ള ആ പീരീഡ്സിലെ കുട്ടീനെ വിളിക്കുന്നത്. ആ കുട്ടി ഇന്നസെൻ്റ് ആണ്, ക്യൂരിയസ് ആണ്, പ്ലേഫുൾനെസ് ആണ്, എന്തും ചെയ്യാൻ കഴിവുണ്ട്. നമ്മൾ പറയല്ലേ, എവിടെ വേണമെങ്കിലും കയറും, എന്തും പിടിച്ച് വലിക്കും, എന്ത് 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 വേണമെങ്കിലും കളിക്കും, അത്രയും കഴിവുള്ള കുട്ടിയാണ്. അപ്പം ഈ കുട്ടി ഹാപ്പി ആയിട്ടുള്ള ഈ കുട്ടി ഇങ്ങനെ തന്നെ വളർന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഹലോ മാം, ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട് തോന്നുന്നു. കുട്ടികളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അവരെ മേലെ വന്ന സ്നേഹവും അറ്റൻഷനും കെയറും ലവ് ഒക്കെ കിട്ടി വളർന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളായിട്ട് എന്തുണ്ടാവില്ല, ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല. അവരെന്തെങ്കിലും കളിക്കുമ്പോൾ നമുക്കത് എന്താണ് എന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, നമ്മൾ ഈ 0 to 7 yearsനിടക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ള അത് ഇമോഷൻസ് എന്ന് പറയുമ്പം ഫസ്റ്റ് കുട്ടി ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻസ് എന്താണ്? ഉമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉമ്മ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സങ്കടം, ഉമ്മ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം, ഉമ്മ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇറിറ്റേഷൻ, ഇതൊക്കെ ഉമ്മൻ്റെ
ഇമോഷൻസ് ആ 9 മാസക്കാലവും എന്താണ് നമ്മളെ ഉള്ളിലൂടെ ഇങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ വലിച്ചെടുക്കും. നമുക്ക് ചെറുതായിട്ട് എന്താക്കാം, ലാസ്റ്റിൽ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഒരു ചെറിയ മെഡിറ്റേഷൻ തരാം, ലാസ്റ്റ് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അത് തരണ്ടെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇന്നർ ചൈൽഡിനെ ഒന്ന് ടച്ച് ചെയ്ത് പോകുമ്പം അതിനൊരു സുഖം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ 0 to 7 ഇയേഴ്സിനിടയ്ക്കുള്ള ഏജിലെ കുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈറ്റ് സ്പോഞ്ചാണ്, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് പോലെയാണ് എന്നാണ് പറയുന്നത്. ആ സ്പോഞ്ച് ചളിയിലാണോ വെള്ളത്തിലാണോ, എന്ത് നല്ല വെള്ളത്തിലാണോ അല്ലെങ്കിൽ ചീത്ത വെള്ളത്തിലാണോ എന്നൊന്നും നോക്കൂല. അതിനെ ഇട്ടത് എവിടെയാണോ അവിടുന്ന് എനിക്ക് വേണോ വേണ്ടയോ എന്നൊന്നും നോക്കാതെ എല്ലാം വലിച്ചെടുക്കും. നമ്മൾ വീട്ടിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ആ കുട്ടി വലിച്ചെടുക്കും. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത്, ഈ ബ്രെയിൻ വൂമ്പിനകത്തിരിക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിയുന്നതിന് മുന്നേ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് തുടങ്ങും. അപ്പം തുടങ്ങി ബ്രെയിൻ എന്ത് ചെയ്യും, ഇതൊക്കെ എടുക്കാൻ തുടങ്ങും. ഇങ്ങനെ എടുത്തിട്ടുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രോമാറ്റിക് ആയിട്ടുള്ള ട്രാജിക് ആയിട്ടുള്ള ഇവൻസിലൂടെ ഒക്കെ പോയിട്ട് നമ്മൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതൊക്കെ കുട്ടീനെ ബാധിക്കും. ഇതൊക്കെ കുട്ടിക്ക് എന്താണ്, വൂണ്ടാണ്. അപ്പം ഈ കുട്ടിക്ക് പെയിനാണ്, കുട്ടിക്ക് ട്രോമയാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ പ്യുവർ ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള എന്തും പഠിക്കാൻ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ പഠിച്ചോൻ തന്നിട്ടുണ്ട്. ഇതിന് എന്താണ്, നമ്മളെ പെരുമാറ്റവും നമ്മളെ വീട്ടിൽ നിന്നും നമ്മുടെ ആ ഒരു 7 വയസ്സ് വരെ വളർന്ന സാഹചര്യത്തിൽ നിന്ന് കുട്ടി എടുത്ത കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതേപോലെ തന്നെ വയറ്റിലിരിക്കുന്ന സമയത്തും പുറത്ത് വന്നിട്ടും ഒരുപാട് ഇമോഷൻസ് കിട്ടിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുകയും കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബ്രെയിനിലാണ് ഇതൊക്കെ പോയിട്ട് ഹോൾഡ് ചെയ്യുന്നത്, ഇതൊക്കെ വലിച്ചെടുത്ത് ഇതൊക്കെ അവിടെ എങ്ങനെ സ്റ്റോർ ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം ഇതൊക്കെ 7 വയസ്സ് വരെ കിട്ടിയിട്ട് നമ്മളെന്താണ്, നമുക്ക് മനസ്സിലാവില്ല, നമ്മളും ഇതുപോലെ വളർന്നു വന്നവരാണ്. അപ്പം നമ്മുടെ മൈൻഡിൽ എന്താണ്, ഇങ്ങനെ നമ്മൾ കടന്നു വന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ പെയിനും വൂണ്ടും ഒക്കെ നിറഞ്ഞ ആ ഒരു മനസ്സിന് നമുക്ക് എന്താണ്, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്കൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ കുട്ടീനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ചിന്തയും ഇമോഷൻസും ഈ സാധനങ്ങളൊക്കെ അങ്ങനെ കയറി വരാൻ തുടങ്ങും. കുട്ടി എന്തെങ്കിലും ഇവിടുന്ന് കളിക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താക്കും, നമ്മളെ ഉള്ളിൽ ആ കുട്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. എത്ര അടിക്കണ്ടെന്ന് വിചാരിച്ചാലും, എത്ര ചീത്ത പറയണ്ട, എത്ര ദേഷ്യം പിടിക്കണ്ട, അല്ലെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ അടിച്ചു പോവും, ദേഷ്യം പിടിച്ചു പോവും, കുറ്റപ്പെടുത്തി പോവും. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മളുള്ളിൽ ആ ഒരു സമയത്ത് 7 വയസ്സ് വരെ നമുക്ക് എന്തൊക്കെ കിട്ടി, ഓരോ സാഹചര്യത്തെയും നമ്മൾ എങ്ങനെ എടുത്തു എന്നുള്ളിടത്താണ്. അതായത് 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളെയും അമ്മ മദർ ചീത്ത പറയുന്ന സമയത്ത്, അല്ലെ എന്തിനെങ്കിലും വഴക്ക് പറയുന്ന സമയത്ത് 2 കുട്ടികളും 2 തരത്തിലാണ് അതിനെടുക്കുക. ഒരു കുട്ടി വിചാരിക്കുന്നത് ഞാൻ വികൃതി കളിച്ചിട്ട് ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞു. മറ്റേ കുട്ടി എന്താ ചിന്തിക്കുക, ഉമ്മയ്ക്ക് എന്നോട് സ്നേഹമല്ല, അല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് ചിന്തിക്കും. അപ്പം ഈ കുട്ടികൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉള്ളിൽ വൂണ്ടുകൾ രൂപപ്പെടുക. ഇങ്ങനെ 7 വയസ്സാകുമ്പോഴേക്ക് നമുക്കറിയാലോ, നമ്മളെ ഉള്ളിൽ എത്രത്തോളം ഫയലുകൾ രൂപപ്പെടുന്നുണ്ടാകും ഓരോ കാര്യങ്ങൾക്കും. നമ്മളിങ്ങനെ പിന്നെ ഒന്ന് നമ്മളെ സംസാരത്തിലൂടെയാണ് കുട്ടികൾക്ക് വൂണ്ടുണ്ടാവുക, ഒന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൊടുക്കുന്നതിലൂടെ. പിന്നെ നമുക്കറിയാലോ, നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ ഇമോഷണൽ ഇതിനെ ഇമോഷണൽ പാരൻ്റൽ അബ്യൂസ് എന്നാണ് പറയുക. ഇമോഷണലായിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ചെറിയ കാര്യമാണ് ഈ ചെയ്യുന്നത്, ദേഷ്യം പിടിച്ച് കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ചിലരൊക്കെ ഞാൻ ഇപ്പം കാണുമ്പോൾ എനിക്ക് സങ്കടമാവും.
ഭയങ്കരമായിട്ട് അടിച്ചു പോയി. ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓലെ ഉള്ളിൽ ആ അമ്മൻ്റെ ഉള്ളിൽ അത്രയും വൂണ്ട് കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് അവരെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി കളിച്ചതിനേക്കാൾ എന്താണെന്ന് ചോദിക്കാൻ പോലും അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാനോ പറ്റാതെ കുട്ടീനെ അത്രയും സമയത്ത് അതിനെ പാരൻ്റൽ അബ്യൂസിൽ ഫിസിക്കൽ അബ്യൂസ് എന്നാണ് പറയുക. നമുക്ക് ആകെ അറിയുന്ന ഒരു അബ്യൂസ് എന്ന് പറയുന്നത് സെക്ഷൽ അബ്യൂസ് മാത്രമാണ്. അത് പാരൻസിൻ്റെ അടുത്ത് നല്ല മിക്കവാറും വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തൊന്നും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഈ ഇമോഷണൽ അബ്യൂസ്, നമ്മൾ ദേഷ്യം പിടിച്ച് കുട്ടീൻ്റെ അടുത്ത് പെരുമാറുന്നത് അത്രയും കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ ദേഷ്യം പിടിക്കുന്നു? നമ്മളും ഇതേപോലെ കുഞ്ഞായിരുന്ന സമയത്ത് ഇതെല്ലാം നമുക്കും ഇതേപോലെയുള്ള പെരുമാറ്റങ്ങളും നമ്മളെ പാരൻസ് നമ്മളെ അടുത്തുനിന്ന് പെരുമാറിയത് കൊണ്ടാണ് നമ്മൾ ഇതേ സാധനം നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡാണ്. കാരണം 7 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ അവിടെ റെക്കോർഡഡ് ആണ്. ഒരു ഫയൽ പോലും വിടാതെ അവിടെ റെക്കോർഡഡ് ആണ്. അത് നമുക്ക് റിവീൽ ചെയ്തെടുക്കാൻ പറ്റും. കുറേ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ ഈ ഇമോഷൻസിനെല്ലാം റിലീസ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പറയും, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മാറി, അല്ല എൻ്റെ മക്കൾ നന്നായി എന്ന് പറയും. ശരിക്കും നമ്മളെ ഉള്ളിൽ നിന്ന് ഈ സാധനങ്ങൾ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ്, നമുക്ക് ആ ഹീലിംഗ് കിട്ടിത്തുടങ്ങുമ്പോഴാണ് നമ്മുടെ മുന്നിലുള്ള കുട്ടികളെ നമുക്ക് മനസ്സിലാവുക. അപ്പം എങ്ങനെയൊക്കെ വൂണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പം നമ്മളെ കുട്ടി ഒരു സ്പോഞ്ച് പോലെയാണ്. അത് വേണോ വേണ്ടേന്നൊന്നും നോക്കാതെ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നു. നമ്മളെ എന്ത് കിട്ടിയാലും അതൊക്കെ എന്താണ്, കുട്ടി എടുക്കുന്നതിനനുസരിച്ച് കുട്ടിയുടെ പെർസെപ്ഷൻസ് അനുസരിച്ച് അതിന് വൂണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പാരൻ്റൽ വൂണ്ട്, അതായത് ഫാദർ വൂണ്ട്, മദർ വൂണ്ടൊക്കെ പ്രത്യേകം കാറ്റഗറി സ്വഭാവ പാറ്റേണുകളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോവുക. കുട്ടികളെ എന്നല്ല, ഓരോ മനുഷ്യനെയും കൊണ്ടുപോവുക. അതേപോലെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കുട്ടികളെ പറയണ്ട, നമ്മളെ പറയാം. നമുക്ക് ഇമോഷണലി ഒരു വാല്യൂ, നമ്മളെ ഇമോഷൻസിനെ വാല്യൂ ചെയ്ത് പരിഗണിക്കപ്പെട്ട് ഒരു 7 വയസ്സ് വരെ കൊണ്ടുപോകണം എന്നാണ്. അതേസമയം നമുക്കറിയാലോ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് 7 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളെ എന്താക്കണം, കുട്ടികളുടെ കൂടെ കളിച്ചാൽ മതി. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കണ്ട. ഈ സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് എന്തൊക്കെയോ ആക്കി ഇതിനൊന്ന് സ്ട്രക്ചേർഡ് ആക്കി ഒന്ന് മോൾഡ് ചെയ്തെടുത്താൽ ഇങ്ങനെ അങ്ങ് പോകുമല്ലോ എന്ന് വിചാരിക്കും. കാരണം ആ സമയത്ത് കുട്ടികളുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അവരിൽ ഇവിടേക്ക് വന്നപ്പം, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്യാണെന്നാണ് പറയുന്നത്. നമ്മൾ അമ്മനെ പോയി സെലക്ട് ചെയ്യാണ്, ആ സോള് പോയിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണെന്ന് പറയുന്നത്, ആ കുട്ടിയുടെ സോള്. അപ്പം നമ്മൾ അമ്മയിലൂടെ വന്നു എന്നത് നമുക്കറിയല. ഇതിൻ്റെ ഒന്നും ശരിക്കൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു വശം നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുട്ടികളെ വല്ലാണ്ട് ഇവരുടെ ഇമോഷൻസിന് ഒരു വാല്യൂ കൊടുക്കുക. അത് സന്തോഷമായാലും ഇനി സങ്കടമായാലും എന്തായാലും അവരുടെ ഇമോഷൻസിന് വാല്യൂ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാരുണ്യമാണ് നമ്മൾ കുട്ടികളോട് കാണിക്കുന്നത്. കുട്ടികൾ കരഞ്ഞാൽ ആ കരച്ചിൽ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യണം. അതവിടെ അവരുടെ ഇമോഷൻസിന് വാല്യൂ അവിടെ പരിഗണിക്കപ്പെടുകയാണ്. ഇത് ചെറിയ ചെറിയ കാര്യമല്ലേ നമ്മൾ വിചാരിക്കുക. ഇങ്ങനെ ഒരു 7 വയസ്സാകുമ്പോഴേക്ക് കോടിക്കണക്കിന് ഫയലുകളാണ് ഉള്ളിൽ രൂപപ്പെടുക. കരഞ്ഞാൽ, ഇനി സന്തോഷം എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ, നമുക്കറിയാലോ പാരൻറ്റിങ് ക്ലാസ്സിലൊക്കെ പോയാലും പാരൻസിനോട് എന്താ, നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, നിങ്ങൾ അവർ പറയുന്നതൊന്ന് കേൾക്കണം, നിങ്ങൾ അവരെന്തെങ്കിലും വന്ന് പറഞ്ഞാൽ ക്ഷമയോടൊന്ന് കേൾക്കണം, അപ്പോഴേക്ക് പോയി പ്രതികരിക്കാതെ നിങ്ങളത് തീർത്തൊന്ന് കേൾക്കണം എന്ന് പറയില്ലേ. ഇങ്ങനെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുക. അവർ സന്തോഷമായാലും സങ്കടമായാലും എന്തെങ്കിലും ഒന്ന് വന്ന് കഥ പറയുന്ന സമയത്ത് നമ്മളതൊന്ന് ക്ഷമയോടെ കേട്ട് അങ്ങനെ നമ്മൾ അവരെ പരിഗണിക്കപ്പെടുമ്പോൾ, ഇതാണ് ഇമോഷണലി അവൈലബിലിറ്റി കൊടുക്കുക. അമ്മമാർ ശരിക്കും ഇമോഷണൽ അവൈലബിലിറ്റി കൊടുത്തിട്ടില്ല എങ്കിൽ അത് അത്രയും റിലേഷൻഷിപ്പിൽ വരെ നമ്മൾ അഡൽട്ടിലേക്ക് കടക്കുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാകാൻ വരെ കാരണമാകുന്നുള്ളതാണ്. അപ്പം ഒന്ന് നമ്മൾ ഇമോഷണൽ
വാല്യൂ ചെയ്യാതിരിക്കുക. അതേപോലെ നമ്മളെ ഇഷ്ടത്തിന്, നമ്മളെ ഒരു എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് കുട്ടികളെ വളരാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുക. ഓരോ കാര്യത്തിനായാലും, ചെറിയ കാര്യം, നീ ഇപ്പം ചെറിയ കുട്ടികളോട് നമ്മൾ എന്താ പറയുക, ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നീ കളിക്കാൻ പോയാൽ മതി എന്ന് പറയുക. ശരിക്കും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് ആണ് അത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്, അപ്പം അവിടുത്തെ നീഡ് എന്തായിരിക്കും, ഒരു പക്ഷെ അവന് കളിക്കാൻ പോകേണ്ടതായിരിക്കും. അപ്പം കുട്ടിക്ക് എന്താണ്, കുട്ടിക്ക് ഒരു പക്ഷേ കളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതി ഉണ്ടാവും. അപ്പം അവൻ്റെ ഒരു തോട്ട്, അവൻ്റെ ഒരു നീഡ്, ഇതൊക്കെയാണ് അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടാതെ പോകുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര നീഡുകൾ ഉണ്ടാവും ഫുൾഫിൽ ചെയ്യപ്പെടാതെ കിടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പം ലവ് കിട്ടുക, സ്നേഹം, നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ആ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു അറ്റൻഷൻ കിട്ടുക, കിട്ടാതിരിക്കുക, കെയർ കിട്ടാതിരിക്കുക, നമ്മളെന്ന് കേൾക്കാതിരിക്കുക. ഇങ്ങനെ കേൾക്കാതെ ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ അഡൽട്ടിലേക്ക് ഈ വൂണ്ടൊക്കെ ഇവിടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് നമ്മൾ അറിയൂല. അപ്പം ഇതൊക്കെ നമുക്ക് എവിടെയാണ്, നമ്മളെ റിലേഷൻഷിപ്പിലാണ് ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് വരിക. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത് ഇപ്പം നമ്മളെ പാരൻസിന്, കുട്ടി ഈ ചൈൽഡ് മൈൻഡ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കും. ഈ ചൈൽഡ് മൈൻഡ് ഇതിങ്ങനെ ഒരു ക്രേവിങ് ആയിരിക്കും. അപ്പം ഈ ക്രേവിങ്, അപ്പം അങ്ങനെയൊന്നും കേൾക്കാനോ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി കൊടുക്കാനോ പറ്റാത്തൊരു പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടീൻ്റെ ഉള്ളിൽ ഈ ക്രേവിങ് ഇങ്ങനെ കിടക്കും. എന്നിട്ട് എവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവും ഉള്ളിൽ ഇങ്ങനെ ഒരാഗ്രഹം, ഞാനിപ്പോൾ അവിടെ പോയാൽ അവിടെ ഇപ്പം എന്നെ പരിഗണിക്കപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നാരും മൈൻഡ് ആക്കൂല. അപ്പം ഈ കുട്ടി ഫസ്റ്റ് ഓഫ് ഓൾ ആ തോട്ട് ഉള്ളിൽ എവിടെയോ സബ് കോൺഷ്യസ്ലി കിടക്കുന്നുണ്ടാവും. ഇതും കൊണ്ടായിരിക്കും പോവുക. അപ്പോൾ പോയാൽ ഓൾറെഡി അങ്ങനെ തന്നെയായിരിക്കും അവിടെ സംഭവിക്കുക. അങ്ങനെ എന്ത് ചെയ്യും, ആ കുട്ടി പിന്നെ എവിടെയും പരിഗണിക്കപ്പെടാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒന്ന് ഉള്ളോട്ട് വലിഞ്ഞ് അങ്ങനെ പോകും. പിന്നെ ഈ കുഞ്ഞു മൈൻഡിനറിയാം എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എന്താണ്, ഇതൊന്നും ചിലവാകൂല എന്നുള്ളത്. കാരണം ഈ കുഞ്ഞു മൈൻഡ് മനസ്സിലാക്കി വെച്ചത്, 7 വയസ്സിനുള്ളിൽ മനസ്സിലാക്കി വെച്ചത് അതാണ്. അപ്പം നമ്മൾ വിചാരിക്കും കുഞ്ഞല്ലേ, അതിനൊന്നും മനസ്സിലാവൂല. പക്ഷെ ഇതൊക്കെ എന്താണ്, കുട്ടിയുടെ ആ ഒരു പെർസെപ്ഷനിൽ ഇങ്ങനെ കാര്യങ്ങൾ ഉള്ളോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഈ കുട്ടി ഈ മൈൻഡ് പിന്നീട് ഈ സ്നേഹവും കെയറും എന്നെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുകയും ഒക്കെ എന്താണ്, പാരൻസിൻ്റെ അടുത്ത് ആ ഒരു 18 വയസ്സ് വരെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊന്നും അവിടെ ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ മൈൻഡുമായിട്ടാണ് ഇവിടെ പോവുക. കല്യാണം കഴിയുമ്പം ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് കിട്ടണം എന്നാണ് ഈ ചൈൽഡ് മൈൻഡ് അവിടെ ഹീൽ ചെയ്യപ്പെടണം എന്നാണ് ആഗ്രഹിക്കുക. അപ്പം ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമുക്കറിയാലേ, ആള് നന്നായിട്ട് കെയർ ചെയ്യും, ലവൊക്കെ കൊടുക്കും, കേൾക്കും. പിന്നെ ആൾക്കും ടൈം ഉണ്ടാവില്ല. ആള് ചിലപ്പോൾ ഇതിലും വലിയ ട്രോമയെന്നൊക്കെ കടന്നു വന്നതുമായിരിക്കും. എന്നാൽ അപ്പം അവിടെ ആ ഒരു നീഡ് മീറ്റ് ചെയ്യപ്പെടൂല. അപ്പം പിന്നെ ഉള്ളിൽ എന്തായി, അതിനേക്കാൾ വലിയ വൂണ്ടായി. ആ അഡൽട്ട് സെൽഫും വൂണ്ടഡാവാണ്. ഇയാൾക്ക് എന്നെ കേൾക്കാൻ സമയമില്ല, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ സ്നേഹിക്കാൻ ഇയാൾക്ക് സമയമില്ല. ഈ സ്നേഹവും കെയറും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് പിന്നെ ഞാൻ പറയുന്നൊന്നും ഒരു വാല്യൂ ഇല്ല, അല്ല എൻ്റെ അഭിപ്രായം, എനിക്കൊരു വാലിഡേഷൻ ആൾ തരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ തോട്ടൊക്കെ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് ശരിക്കും നമ്മളെ കുഞ്ഞു പ്രായത്തിൽ തന്നെയാണ്. നമ്മളെടുത്ത് ശരിക്കും, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ആള് വലിയ ട്രെയിനറൊക്കെയാണ്. അപ്പം കോച്ചിങ് ഒക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ക്ലയൻസ് ഒക്കെ ഉള്ള ഒരു ട്രെയിനറാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മായിമ്മൻ്റെ ആൾക്ക് ഇൻലോ മദറിൻ്റെ എന്തോ ഒരു വിഷയം പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ശരിക്കും ഇൻലോ മദർ അല്ല പ്രശ്നം. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ സാധനം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മളെ പാരൻസിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മളെ പാരൻസിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തൂലല്ലോ. പിന്നെ നമ്മൾ ആഗ്രഹിക്കൊക്കെ നമ്മുടെ ലൈഫ് പോകുന്നത്, നമ്മുടെ പർപ്പസ് പോകുന്നത് നമ്മുടെ ഹസ്ബൻഡ്, അവരാണ്. അപ്പം അവരാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അവരിൽ നിന്നും കിട്ടുന്നില്ല എന്ന ഒരു പരാതിക്കും, അല്ലെ അമ്മായിമ്മക്ക് എന്നോട് സ്നേഹമല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു സാധനം, ഈ പ്യുവറായിട്ടുള്ള ഇത്രയും ഷാർപ്പായിട്ടുള്ള കുഞ്ഞു മൈൻഡിൽ അപ്പോൾ അവിടുന്നേ നിറഞ്ഞു വന്നതാണ്. അപ്പം ഇവിടെ എന്താക്കും, ഈ മൈൻഡിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ കാണുക. ചിലപ്പോൾ അമ്മായിയമ്മ ഓൾറെഡി സെറ്റാണെന്നൊന്നും പറയല്ല, എങ്കിലും എന്താണ്, നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ആദ്യമേ ഉള്ളിലൊരു പെർസെപ്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഉമ്മയും
ഉമ്മൻ്റെ അമ്മായി അമ്മയും കൂടിയുള്ള അടിയും ഇതും അവരുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലവും കേട്ട് 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 വളർന്നു വന്ന ഒരു സാഹചര്യമായിരിക്കും. 7 വയസ്സ് വരെ ഇങ്ങനെ അമ്മായിയമ്മനെ കുട്ടീനെ ഉറക്കിക്കിടത്തിയിട്ട് അമ്മായിയമ്മനെ ഹസ്ബൻഡിനോട് കുറ്റം പറഞ്ഞ് 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 ഈ റിലേഷൻഷിപ്പ് പാറ്റേൺ എന്തുണ്ടാവും, കുട്ടിൻ്റെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിപ്പോയിട്ടുണ്ടാകും. ഇതാർക്ക് മനസ്സിലാവില്ല, ഇതും കൊണ്ടാണ്, ഇത് അറിയാണ്ട് കൊടുക്കുന്ന കൊണ്ടാണ്, ഒക്കെ നമ്മൾ അറിയാതെ കൊടുക്കുന്ന കൊണ്ടാണ്. മറ്റുള്ള ആവശ്യമില്ലാത്ത കഥകൾ കുട്ടികളെ ഉറക്കിക്കിടത്തിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അടിപിടി ബെഡ്റൂമിൽ വെച്ചൊക്കെ കൂടുന്ന സമയത്ത് എന്താണ്, ഇതൊക്കെ കുട്ടീൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ ഈ കുട്ടി റിയലൈസ് ചെയ്യുന്ന എന്താ, ഇതിവിടെ എന്തായാലും ഇത് ചിലവാവില്ല. കുട്ടിക്കറിയാം പാരൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടീൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം ഈ കുട്ടി പിന്നീട് ഇത് ആഗ്രഹിക്കുക വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്താണ്. അപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്തും ഇത് അവിടെയും ഹീൽ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ പിന്നെ നമുക്കറിയാം ഈ സ്നേഹവും ഈ കെയറും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് റിലേഷൻഷിപ്പ് ആയാലും, ഇനിയും പാരൻറ്റ് ചൈൽഡ് ആയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ഇവിടെയൊക്കെ ഒരു ഇമോഷണൽ സാധനമാണ്. കാരണം ആദ്യം ഇതെവിടെ സെറ്റായിട്ടില്ല, ആ ഉള്ളിലുള്ള ആ പ്യുവറായിട്ടുള്ള ആ ചൈൽഡും പിന്നീട് വളർന്നു വന്ന ആ അഡൽട്ട് സെൽഫും അഡൽട്ടായിട്ടുള്ളതിലേക്ക് അവിടെ തന്നെ ആ ഒരു സിങ്ക് നടക്കുന്നില്ല. അവിടെ എന്തൊക്കെയോ കിട്ടാണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം, പല സാഹചര്യങ്ങളിലും പല ആളുകളെയും കണ്ടിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള ഒരു സെൽഫ്, എത്രയോ ഷേഡോ സെൽഫ് എന്ന് പറയും, അങ്ങനെ നമ്മൾ ഓരോ മുഖമൂടികൾ എടുത്ത് അണിഞ്ഞണിഞ്ഞണിഞ്ഞ് ആണ് ജീവിതത്തിലേക്ക് കടക്കുക. പക്ഷെ ഈ പ്യുവർ സെൽഫ് ഇവിടെ ആഗ്രഹിക്കുക എന്തായിരിക്കും, ഇതിവിടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ഹീൽ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കും. ഹസ്ബൻഡ് വൂണ്ടഡ് ആയ അല്ലെങ്കിൽ ട്രോമയൊക്കെ ഉള്ള അല്ലെങ്കിൽ മദർ വൂണ്ടൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ്, വൈഫിൻ്റെ അടുത്ത് ഇത് ഹീൽ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ അതും അവിടെയും ഓവർ വൂണ്ടൊക്കെ മദർ വൂണ്ടൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പെണ്ണുങ്ങൾ വൈഫിൻ്റെ സ്ത്രീകളെ സ്നേഹം എന്ന് പറയുന്നത് തന്നെ അയാൾക്കൊരു അലർജി ആയിരിക്കും. അങ്ങനെ എന്നെ സ്നേഹിക്കുകയൊന്നും വേണ്ട എന്ന് പറയാൻ, എനിക്ക് അങ്ങനെ സ്നേഹമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കുന്നതും അതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്ന പുരുഷന്മാരുണ്ടാകും. കാരണം അവർക്ക് അവരുടെ മദർ വൂണ്ട് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ശരിക്കും ആ വൈഫിന് അത് തിരിച്ചറിഞ്ഞ് ആ ഉള്ളിൽ ആ ചൈൽഡിന് ഒരു അമ്മയായിട്ടും വൈഫായിട്ടും നിന്ന് കൊടുത്ത് ആ കുട്ടീനെ ഹീൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാക്കി എടുക്കാൻ പറ്റും. ചില വൈഫുകൾ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള വിവാഹ ജീവിതത്തിലൊക്കെ അങ്ങനെയുള്ള ചില ഓട്ടോമാറ്റിക്കലി അവർ സ്ത്രീകൾ അതല്ലെങ്കിൽ വൈഫ് അത്രയൊന്നും ട്രോമയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇത് റിയലൈസ് ചെയ്യുന്ന ഹസ്ബൻഡിനെ കൃത്യമായിട്ട് റിയലൈസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഹീൽ ചെയ്യപ്പെടുമ്പം എന്തായിരിക്കും, ഈ ഹസ്ബൻഡ് അമ്മയേക്കാൾ ഈ വൈഫിനോട് അറ്റാച്ച്ഡ് ആകും. അപ്പൊ അമ്മായിയും എന്ത് പറയും, ഓളെ കിട്ടിയതിന് ശേഷം നമ്മളൊന്നും വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കും ഈ അമ്മയുടെ അടുത്ത് നിന്ന് ഈ മകന് കിട്ടിയിട്ടുള്ള വൂണ്ട് ഹീൽ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന വൈഫിനോട് ഹസ്ബൻഡുമാർ അറ്റാച്ച്ഡ് ആയി പോകുന്നത്. ശരിക്കും ഹസ്ബൻഡിനെ ഈ ആർക്കായാലും ഈ ഉള്ളിൽ ട്രോമ ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ പെയിനോ വൂണ്ടോ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, ചൈൽഡ് വൂണ്ട് കിട്ടാത്തവരുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും നമ്മുടെ ഉള്ളിലെ ഈ ചൈൽഡ് ഈ സ്നേഹവും കെയറും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് നമ്മൾ മരണം വരെ ഇപ്പോഴും ലവും കെയറും നെർച്ചറൻസും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. നെർച്ചറൻസും ആഗ്രഹിച്ചാണ് പോവുക. ഓരോ റിലേഷൻഷിപ്പിലും നമ്മളെ കുട്ടികൾ പോയി ചാടുന്നതും അല്ലെങ്കിൽ ഓരോ ഓരോ പ്രശ്നത്തിലേക്ക് പോയി ചാടുന്നതും ഒക്കെ തന്നെ ഇങ്ങനെ ആ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടാതെ പോകുന്ന പലതും തേടി ഈ സബ് കോൺഷ്യസ് മൈൻഡിങ് ഇങ്ങനെ ആ പാറ്റേൺ ഇങ്ങനെ പോയിട്ടാണ്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ wounded ആകുന്നു എന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡ് ഒന്ന് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പം നമ്മൾ ഈ വൂണ്ടിനെയൊക്കെ എന്താക്കണം, തിരിച്ചറിയണം. ഒരു മിനിറ്റ്.
ഷെയർ ചെയ്യാനാണില്ലല്ലോ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ ഷെയർ ചെയ്ത മൈൻഡിന്റെ ഒരു ആ യെസ് കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടിക്കാലത്തുള്ള മൈൻഡ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ഉണ്ടാകുക. അതായത് നമ്മളെ ബ്രെയിനിന്റെ ഒരു അഗാധ തലമാണത്. പിന്നെ ഒരു 8 വയസ്സാകുമ്പോൾ ബ്രെയിന് നമുക്കറിയാം മുകളിലത്തെ ഒരു പാളി രൂപപ്പെടുകയും അത് നമ്മൾ കോൺഷ്യസ്, നമുക്ക് ലോജിക്ക് എന്ന് പറയും, ലോജിക്കൽ മൈൻഡ് എന്ന് പറയും. അതായത് അപ്പോൾ നമുക്ക് എന്തോ വേണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഉള്ള ഒരു മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് 90% സബ് കോൺഷ്യസ് മൈൻഡാണെന്നാണ് പറയപ്പെടുന്നത്. സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സമയത്ത് ഇത് ഒബീഡിയൻ മൈൻഡാണ്. ഇത് എന്തോ എനിക്ക് വേണോ വേണ്ടേ, നല്ലതോ ചീത്തയെന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്നതെല്ലാം അങ്ങോട്ട് പോയിക്കോളും. നമ്മൾ ദേഷ്യം പിടിച്ച് പെരുമാറിയ കുട്ടികൾ നന്നാവുമെന്ന് വിചാരിക്കും. ആ ദേഷ്യവും നമ്മുടെ ഈ മൈൻഡ് എടുക്കുന്നത് നമ്മൾ പറയുന്ന സംസാരം അല്ല, അത് എടുക്കുന്നത് ഇമേജസ് ആയിട്ടും ഇമോഷൻസ് ആയിട്ടാണ്. നമ്മുടെ ഇമേജസും ഉമ്മൻ്റെ ദേഷ്യം പിടിച്ച് എപ്പോഴും കാണുന്ന മുഖം എന്താണ്, കുട്ടീൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും. എപ്പോഴും കുട്ടികളോട് മാക്സിമം എന്താക്കുക, ചിരിച്ച് പെരുമാറാൻ നോക്കുക. ആ ഇമേജ് കുട്ടീൻ്റെ ഉള്ളിൽ പതിയട്ടെ. അപ്പം എന്താണ്, കുട്ടിയും ഓട്ടോമാറ്റിക്കലി ചിരിച്ച് പെരുമാറാൻ തുടങ്ങും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് നോക്കാണ്ടി, ദേഷ്യം പിടിച്ച് പെരുമാറുന്ന ഒരു പാരൻസിൻ്റെ മക്കൾ ഒരിക്കലും ചിരിച്ച് പെരുമാറില്ല. കാരണം ഓരോ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാകും എപ്പോഴും ഈ ദേഷ്യം പിടിച്ച മുഖവും ഈ ഒരു ഇമേജ് ആയിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഇമേജസ് ആയിട്ടും ഇമോഷൻസ് ആയിട്ടുമാണ് എടുക്കുക. ഇത് 90% നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള മൈൻഡാണ്. ഇത് ഡിവൈൻ മൈൻഡാണ്. ഇതിലൂടെയാണ് നമ്മുടെ പ്രയറും കാര്യങ്ങളും എല്ലാം, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചോ വെച്ച് തന്നിട്ടുള്ള ഒരു മൈൻഡാണിത്. അപ്പം ഇത് അപ്പം നമുക്കെന്താണ്, 8 വയസ്സിന് 12% ലോജിക്കൽ മൈൻഡ് ഉണ്ടാവുക. അപ്പം ഇതിന് നിങ്ങൾ കാണുന്നില്ലേ നടുക്ക് കുറേ വരവരായിട്ട്. അപ്പം ഈ ഒരു പാളി ആ ഒരു 8 വയസ്സ് വരെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മളെ പെരുമാറ്റവും സ്വഭാവവും നമ്മുടെ ഒച്ചയും ചീത്തയും ബഹളവും ഒക്കെ കൂടി കിട്ടി 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 ഇവിടെ ആ ഒരു ബ്രെയിൻ ആ ഒരു ക്രിട്ടിക്കൽ പാർട്ട് രൂപപ്പെടുകയാണ്. ഇങ്ങനെ കൂടുതൽ ക്രിട്ടിക്കലായിട്ടുള്ള രീതിയിൽ അന്തരീക്ഷത്തിലൊക്കെ വളർന്ന കുട്ടികളാണെങ്കിൽ ഇത് ഈ പാളി നല്ല തിക്കായിട്ട് ഉണ്ടാകും. അപ്പം എന്താണ്, നമ്മളൊരു 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങോട്ട് ഓപ്പോസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നമുക്കിത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവും നെഗറ്റീവ്സുമായ എല്ലാ എക്സ്പീരിയൻസും 8 ഇയേഴ്സ് ഓഫ് ഏജ് മുമ്പ് 8 ഇയേഴ്സ് ഓഫ് ഏജിന് മുമ്പേ ഉള്ള നമ്മൾ കൊടുത്ത പോസിറ്റീവും നെഗറ്റീവ്സുമായ എല്ലാ കാര്യങ്ങളും എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും. അത് അവിടെ നിന്നാണ് നമ്മളെന്താണ്, ഇപ്പം നമ്മൾ പറയല്ലേ കുട്ടികൾ വികൃതി കളിച്ചാൽ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുട്ടികൾ എന്തെങ്കിലും ഒരു വികൃതി കളിച്ച് നമ്മളിപ്പോൾ എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? ശരിക്കും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു സാധനം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കിടക്കുന്നുണ്ട്. അപ്പം പുറത്ത് നിന്ന് അത് കളിക്കുമ്പം നമുക്കുള്ളിൽ ട്രിഗർ അടിച്ചിട്ടാണ് നമ്മൾ ദേഷ്യം പിടിക്കുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കുട്ടികൾ വികൃതി കളിച്ചാൽ ഓട്ടോമാറ്റിക്കലി ചില ആളുകൾ കാണൂല ഞാനൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു നാഗവല്ലി അങ്ങോട്ടാവുക ചെയ്യുക. എനിക്കെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോകും കുട്ടികൾ കളിച്ചാൽ. അത്രയും നമ്മളെ ഉള്ളിൽ ഈ ഇമോഷൻസ് ഉള്ളത് കൊണ്ടായിരുന്നു എന്ന് അന്നൊന്നും റിയലൈസ് ചെയ്തിട്ടില്ല. ഇപ്പം അതേ സമയം ഒന്നുമില്ല. എന്ത് കളിച്ചാലും അത് ആസ്വദിക്കാനും അതെന്തുകൊണ്ട് അല്ലെങ്കിൽ അത് കളിച്ചോട്ടെ എന്നൊരു ഭാവത്തിൽ നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവും നെഗറ്റീവ്സുമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ 8 വയസ്സിന് മുമ്പേ ഉള്ളത് അതുവരെ കിട്ടിയതൊക്കെ കിടക്കുന്നുണ്ടാകും. അപ്പം എന്താണ്, ഇത് 88% എന്നാണ്. കുട്ടിക്ക് എന്താണ് 8 വയസ്സിൻ്റെ മുന്നേ ഈ ലോജിക്കൽ പാർട്ടോ ക്രിട്ടിക്കൽ പാർട്ടോ രൂപപ്പെടുന്നില്ല. ഈ തലം മാത്രമാണുള്ളത്. അപ്പം ഇതിങ്ങനെ പോയിട്ട് 8 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എന്താണ്, എല്ലാം അവിടെ
നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടാകും. അപ്പം ഈ വയലറ്റ് കളറിൽ കാണിക്കുന്നത് ഇത് നമ്മുടെ പാരൻറ്റിങ് എന്താണ് ഒരു 5% ഉണ്ട്. ഇത് നമ്മളെ ജനറേഷണലായിട്ട് നമ്മൾ പറയില്ലേ, അത് ജനറേഷണലായിട്ട് വപ്പമാരുടെ പോരുന്ന കാര്യമാണെന്ന് പറയും. അങ്ങനെ പോരുന്ന കുറച്ച് പാർട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇത് ചില കാര്യങ്ങൾ നമുക്ക് വല്ലാണ്ട് അങ്ങ് ട്രിഗർ അടിക്കൂലേ, അതിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി, അല്ലെങ്കിൽ ഓൻ അങ്ങനെ പറഞ്ഞപ്പം അല്ലേ ഓരങ്ങനെ പറഞ്ഞപ്പം എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, എന്നോട് പ്രതികരിച്ചു പോയി, എത്രയോ ഞാൻ പ്രതികരിക്കരുത് എന്നൊക്കെ വിചാരിച്ചിന്, പക്ഷേ അത് നടന്നില്ല എന്ന് പറയില്ലേ. ശരിക്കും ഇങ്ങനെയുള്ള എന്തൊക്കെയോ നമ്മൾ ജനിക്കുമ്പം തന്നെ നമ്മുടെ വാപ്പമാരിൽ നിന്ന് പാരമ്പര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിയ പ്രിമിറ്റീവ് മൈൻഡ് എന്ന് പറയും. അപ്പം ഈ പ്രിമിറ്റീവ് മൈൻഡിൽ ഉണ്ടാകും. ഇതാണ് നമ്മളെ ഫൈറ്റ് റെസ്പോൺസിന് കാരണമാകുന്നത്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇടിത്തടിച്ച പോലെ പ്രതികരിക്കും, അല്ലെങ്കിൽ ഒന്ന് വിഡ്രോ ചെയ്ത് നിൽക്കും, ഒന്നും ഇല്ലാത്ത ഒരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പം ഈ സാധനം വരുന്നത് നമ്മുടെ പ്രിമിറ്റീവാണ്. അപ്പം ഇതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്തിട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് മൈൻഡിൻ്റെ ഒരവസ്ഥ. അപ്പം കോൺഷ്യസ് മൈൻഡ് 12%, സബ് കോൺഷ്യസ് മൈൻഡ് ഇത് 8 വയസ്സ് വരെ നമ്മൾ വീണ്ടും വീണ്ടും പറയാണ് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. അത് വേണോ വേണ്ടയോ എന്നൊന്നും നോക്കൂല, ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ എല്ലാം വലിച്ചെടുക്കും. നമ്മളെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കളിക്കുന്നതും ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന മൈൻഡാണ്. നമ്മൾ പറയുന്നതും കാര്യങ്ങളും നമ്മുടെ ഇമോഷൻസും എല്ലാം ബ്രെയിന് വലിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണ്, കോൺഷ്യസ് മൈൻഡിന് എന്താണ്, തിങ്ക് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അത് ഷോർട്ട് ടൈം മെമ്മറിയാണ്. അത് നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഷട്ട് ഡൗൺ ആവും. ആ സമയത്തും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൺ ആണ്. അവിടെയാണ് നമ്മുടെ ലോങ് ടേം മെമ്മറി കിടക്കുന്നത്. നമ്മൾ ഇപ്പോഴും ആലോചിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പറയും. ഒരു 5 വയസ്സിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് നമുക്കത് ഇമോഷൻസൊക്കെ റിവീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് ലോങ് ടേം മെമ്മറിയാണ്. നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും നമുക്ക് ഫീൽ ചെയ്യല്ലേ ചില കാര്യങ്ങൾ. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്. നമ്മൾ ചിലർ ചോദിക്കും എന്തിനാപ്പോൾ ഫീൽ ചെയ്യുന്നത്, അല്ലെ അവരങ്ങനെ പറഞ്ഞു വെച്ചാൽ എനിക്കെന്താ, പക്ഷേ ഉള്ളിൽ ആദ്യേ ഫീലിംഗ് ഉണ്ട്. ഈ ഫീലിങ്ങിനെയാണ് പോയി തട്ടുന്നത് അവരങ്ങനെ പറയുമ്പോൾ. എനിക്ക് എന്തോ ഫീൽ ചെയ്തു. ആ ഫീലിംഗ് അങ്ങോട്ട് മാറുന്നില്ല. എന്തുകൊണ്ട് മാറുന്നില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആദ്യം ഫീലിംഗ് കിടക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഫീലിങ്ങിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പം നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഹാബിറ്റ്, റിലേഷൻഷിപ്പ് പാറ്റേണുകൾ, അതേപോലെ തന്നെ അഡിക്ഷൻസുകൾ. എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 8 വയസ്സ് വരെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലവും കെയറും നർച്ചറൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസിലേക്ക് നമ്മൾ പോകും. അതേപോലെ നമ്മുടെ ഇൻവളണ്ടറി ബോഡി ഫങ്ഷൻസ്, നമ്മുടെ ബോഡി ഫങ്ഷൻ, നമുക്ക് ദേഷ്യം പിടിക്കുമ്പം അല്ലാതെയും ഒക്കെ വരുന്ന ഈ ബോഡി ഫങ്ഷൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണരുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ്. നമുക്കറിയാം, നമ്മൾ ഹീലിംഗ് ഒക്കെ എടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാനൊന്നും ഇങ്ങനെ ഒരിക്കലും സംസാരിച്ചിരുന്ന ആളല്ല. ഒരാളോട് സംസാരിക്കാൻ പറ്റിയ ഒരാളെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയായിരുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മളെ അല്ലാതാക്കിയ കുറേ കാര്യങ്ങൾ 8 വയസ്സ് വരെ, പിന്നെ ഈ 8 വയസ്സ് വരെ കിട്ടിയ ട്രോമയിൽ അതിനോടനുബന്ധിച്ച് അതിനെ വളർത്തുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് വരിക. അതിനെ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ മൈൻഡ് ആവാനും ഫീലിംഗ് കിട്ടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക. ഇനിയിപ്പോൾ നല്ല ലൈഫിൽ തന്നെ എത്തിപ്പെട്ടാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഈ ലൈഫ് ഇങ്ങനെ പോവുള്ളൂ. കാരണം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരുമ്പം, അല്ലെങ്കിൽ അവിടെയുള്ള ഇമോഷൻസ് എല്ലാം ഹീൽ ചെയ്തെടുത്ത് ഒഴിവാക്കുന്ന സമയത്താണ് നമ്മളെ ക്രിയേറ്റിവിറ്റി എന്തായിരുന്നു, എൻ്റെ പർപ്പസ് എന്തായിരുന്നു, അല്ലെ എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട്, എനിക്കിത് പറ്റും എന്ന് നമുക്ക് തോന്നാം. നമുക്ക് എന്തൊക്കെയോ കഴിവുണ്ടാവും, പക്ഷേ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റൂല.
ഒന്നും ഞാനേ ചെയ്താൽ ശരിയാവില്ല, അതല്ല എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള തോട്ട് എവിടുന്നാ വരുന്നത്? എന്നാ ചെറുപ്പത്തിലേ ആവൂല, നീ അങ്ങനെ ചെയ്യണ്ട, നീ ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെ പാരൻസ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ടീച്ചേഴ്സും ഉണ്ട്. ടീച്ചേഴ്സ് ഒരുപാട്, നമ്മൾ പറയല്ലേ, ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും ഒരുപാട് വുണ്ടുകൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റിനെ വെറുക്കാൻ ഒരു ടീച്ചറായിരിക്കും കാരണം. ടീച്ചറുടെ ആ ഒരു ബിഹേവിയർ ആയിരിക്കും ആ സബ്ജക്റ്റിനെ വെറുത്തു പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ്, നമുക്കെടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് നമ്മളെ ക്രിയേറ്റിവിറ്റി ഉണരും. അതുപോലെ നമ്മുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്, നമ്മുടെ കുഞ്ഞിരിക്കുന്ന, കിടക്കുന്ന, ചരിഞ്ഞ് കിടക്കുന്ന, എണീറ്റ് നിൽക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജസും വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ സ്പിരിച്വൽ കണക്ഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഡിവൈൻ ചൈൽഡാണ്. നമ്മൾ 8 വയസ്സ് വരെയുള്ള കുട്ടീനെ ഡിവൈൻ ചൈൽഡ് എന്നാണ് വിളിക്കുന്നത്. കാരണം എല്ലാ അനുഗ്രഹവും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിലും അതിനൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. ആ ക്രിയേറ്റിവിറ്റീനെ വളർത്താൻ, അല്ലെങ്കിൽ അതിനും ഇവിടെ എന്തോ ചെയ്യാനുണ്ടാകും. ആ അമ്മ അതിന് പാകപ്പെടുമ്പോഴാണ് ആ കുട്ടീനെ ആ രീതിക്ക് വളർത്താൻ പറ്റുക. അല്ലെങ്കിൽ അമ്മ ആദ്യമേ ഇതിനെ നോക്കി ഇങ്ങനെ എൻ്റെ മോളിങ്ങനെ ആയിപ്പോയി, അല്ല എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചാൽ ഈ ഇമോഷൻ കൂടി കുട്ടിക്ക് കിട്ടി ഒരിക്കലും ഈ കുട്ടി എന്താക്കൂല, ഈ പർപ്പസിലേക്ക്, അതിൻ്റെ ആ ഡ്യൂട്ടിയിലേക്ക് അത് വരൂല, അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി ഉണരൂല. ചില ആളുകൾ നിങ്ങൾ കാണില്ലേ, കൈയും കാലും ഒന്നുമില്ലെങ്കിൽ അമ്മയും അച്ഛനും കൊടുത്ത സപ്പോർട്ടിൻ്റെ പേരിൽ എന്തെങ്കിലും ലോകം അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറും. അപ്പം അതേപോലെ നമ്മളെ ഉള്ളിനെ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, നമ്മളെ കുട്ടികളെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ബ്രൈറ്റ് ഒരു ലൈറ്റാണ്, അതിനൊരു വെളിച്ചമുണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്, അവിടേക്ക് എത്തിക്കാനൊക്കെ. അപ്പം നമ്മൾ കുട്ടികളോട് പറയും, നീ തന്നെ ചെയ്ത് നോക്ക്, സെറ്റാകും, ഇല്ലേ പോട്ടെ, വിഷമിക്കൊന്നും വേണ്ട, നമ്മളെ സപ്പോർട്ട് തന്നെയുണ്ട്. ഓക്കെ, ഇതെന്താ പറയുക, നമുക്ക് ഇതായിരിക്കും കിട്ടിയ, അങ്ങനെ ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട, അതാക്കണ്ട, ഇതാക്കണ്ട, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും, അല്ലെങ്കിൽ ആരെന്തോ വിചാരിക്കോ, ഈ വാട്ട് അതേഴ്സ് തിങ്ക് ഒക്കെ കിട്ടി 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 വളർന്ന ആളുകളാണ് ഇതേ സാധനമായിരിക്കും നമ്മൾ കുട്ടികളോടും കൊടുക്കുക. അവരെന്തേം വിചാരിക്കും, ഇവരെന്തേം വിചാരിക്കും, അങ്ങനെ ചെയ്യേണ്ട, അല്ലെങ്കിൽ തെറ്റിപ്പോവും, അല്ലെങ്കിൽ അത് നിനക്ക് പറ്റൂല, അങ്ങനെ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുന്ന സമയത്ത് എന്താണ്, അവരുടെ ഈ അവരുടെ ആ തനതായ ഒരു കാര്യം ഇവിടെ ചെയ്യാനുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റൂല. അതേപോലെ സ്പിരിച്വൽ കണക്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ദൈവികമായ കണക്ഷനോടുകൂടി തന്നെയാണ് വളരുന്നത്. ശരിക്കും നമ്മൾ പറയും, ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിലാണ് അതൊക്കെ മിസ്റ്റേക്ക് വരുന്നത്. ഭക്ഷണം കഴിക്കുമ്പം പടച്ചോനെയും കുറ്റം പറഞ്ഞു കൊടുക്കും, കുറച്ച് പേടിയും കൊടുക്കും. കുറുക്കം വരും, അല്ലെ പടച്ചോൻ ശിക്ഷിക്കും, നിലത്തിടണ്ട, ഇങ്ങനെ പടച്ചോൻ കുറ്റം തരും. ഇങ്ങനെ ദൈവത്തിനെ അല്ലെങ്കിൽ ക്രിയേറ്ററെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ പറയും, ദൈവത്തിൻ്റെ ഇതൊന്നും കുട്ടികൾക്കില്ല, കുട്ടികളൊക്കെ എന്തോ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ എന്തോ എന്നറിയാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ഓരോന്നും നമ്മുടെ വാക്കുകൾ പരിചയപ്പെടുത്തുക. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഭയങ്കര എനർജിയാണ്. നമ്മൾ ഈ എനർജിയാണ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്. നമ്മുടെ സംസാരവും പെരുമാറ്റത്തിനും അനുസരിച്ചാണ് കുട്ടികളുടെ മസിലുകൾ വരെ രൂപപ്പെടുന്നതെന്ന്, നമ്മുടെ ബോഡി വരെ രൂപപ്പെടുന്നതും നമ്മുടെ മസിൽ. കാരണം നമ്മുടെ സംസാരത്തിൻ്റെ സ്ട്രോങ് ഒക്കെ ചെറുത്ത് നിൽക്കാൻ പാകത്തിലാണ് ഇവൻ്റെ മസിൽ രൂപപ്പെട്ട് വരിക. അപ്പം നമ്മൾ ഒച്ചക്കെട്ട് കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ ആ ബോഡി പാറ്റേൺ, നമ്മുടെ ബോഡി പാറ്റേൺ രൂപപ്പെടുന്നത് ഒരു ഡീറ്റെയിൽഡ് ആണ്. ഈ ബോഡി പാറ്റേൺ ക്യാരക്ടർ പാറ്റേൺ എന്ന് പറയും. 5 തരത്തിലുള്ള പാറ്റേണുകളാണ് പറയുന്നത്. ഈ 5 തരത്തിലുള്ള പാറ്റേണൊക്കെ നിങ്ങൾ കേട്ടാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോരുത്തരും ഈ പാറ്റേണിലൊക്കെ ഉണ്ട്, ഇതെങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ബോഡി പാറ്റേണുകളും ക്യാരക്ടർ പാറ്റേണുകൾ വരെ രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇതൊന്നും ശരിക്കും എന്താണ് നമുക്കറിയില്ല. കാരണം നമുക്ക് എങ്ങനെ മനസ്സിലാവും, നമ്മൾ കുറേ പ്രോഗ്രാം ഉള്ളിൽ കിടക്കുകയാണ്, വേണോ വേണ്ടേന്നൊന്നും അറിയാണ്ട് ഉള്ളിലേക്ക് പോയ പ്രോഗ്രാം തന്നെ ഉണ്ടാകും. ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അപ്പം നമുക്ക് ഇൻഡ്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഇൻഡ്യൂഷൻസ്. നമ്മൾ പറയും, അല്ലെങ്കിൽ അവനെന്തോ ശാസ്ത്രജ്ഞനായി, അല്ലെങ്കിൽ അവനെന്തോ ISROയിൽ കിട്ടി, അതൊന്നുമല്ല, എല്ലാവർക്കും അതിനൊക്കെ പറ്റും. കാരണം ചില ആളുകൾ നിങ്ങൾ കാണൂലേ, എന്താ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ഒന്നും പറയാത്ത പാരൻസിൻ്റെ മക്കൾ, അവർ ഒരു അഡൽട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവരുടെ ആ ബ്രൈറ്റ് ആയിട്ട് അങ്ങ് പോകും. കാരണം അവർക്ക് ഒരുപാട് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പ്രോഗ്രാമിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല.
അപ്പം ഇവർക്ക് എന്താണ് മനസ്സിലാവും, ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്നേഹവും കെയറും കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ എന്തേ കുറവുണ്ടാവും? ഒരുപാട് സാധനം കൊടുത്തതോ അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തതോ സൗകര്യങ്ങളോ ഒക്കെ പണമോ ഒക്കെ കുറവുണ്ടെങ്കിലും ഇവർക്ക് കിട്ടിയ സ്നേഹത്തിന് കുറവുണ്ടാവില്ല. അല്ലെ, ആ സ്നേഹം അവരുടെ ഉള്ളിൽ വലിയ പ്രോഗ്രാം ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ റിജക്റ്റ്, എങ്ങനെ കുട്ടീനെ ഒച്ചിടണം, ഇതൊന്നും അറിയാത്ത പേരൻസ്, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അപ്പം അവരുടെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഒരു അഡൽട്ടിലേക്ക് എത്തുമ്പം അവരുടെ ആ ഒരു തനതായ ബുദ്ധി അവരുടെ അതങ്ങ് പ്രവർത്തിച്ചോളും. അതൊന്നും ചെയ്തിട്ടല്ല, അത് ഈ പ്രോഗ്രാമഡ് ആവാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മളിത് ഹീൽ ചെയ്ത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മളെ ഇമോഷൻസ് നമ്മളെ ഹീൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു അതേ സിറ്റുവേഷൻ, അതുവരെ നമ്മൾ പ്രതികരിച്ച സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതേപോലെ പ്രതികരിക്കൂല. നമ്മളൊന്നെങ്കിൽ ആ അത് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ചില നമ്മളെ ട്രോമയെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ ഇവർ ഇന്ന കാര്യം ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ പാറ്റേൺ, ഇങ്ങനെ ഒരു സംസാരം ഇവരുടെ അടുത്ത് നിന്ന് വരുമ്പം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് എന്തോ ഒരു കെയർ ആവശ്യമുണ്ട്. ഈ കുഞ്ഞു നാളിൽ ലവും കെയറും അറ്റൻഷനും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. കുട്ടി ആഗ്രഹിച്ച സമയത്ത് നമ്മൾ ഒരുപാട് കൊടുത്തോ ഇല്ലേ എന്നുള്ളതല്ല, കുട്ടി ആഗ്രഹിച്ച സമയത്ത് കുട്ടി ആഗ്രഹിച്ച രീതിയിൽ കിട്ടിയോ, നമ്മൾ കരഞ്ഞപ്പം ഒന്ന് പോയി എടുക്കുക, അതായിരിക്കും കുട്ടിയുടെ നീഡ്. അപ്പം ആ നീഡ് അവിടെ ഫുൾഫിൽ ചെയ്യപ്പെട്ടോ? അപ്പം എപ്പോഴും അങ്ങനെ ഒരുപാട് തവണ അവളുടെ ഇത് പോയിട്ടുള്ള ആ കുട്ടിക്ക് എന്താണ് അവിടെ എന്തോ ഒരു കെയർ, ഒരു ലവ് അവിടെ നീഡാണ്. അപ്പം ഈ മൈൻഡ് എവിടെ പോകും? ടീനേജിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് ആഗ്രഹിച്ച രീതിയിൽ എന്തോ ഒരു സംസാരം ആ ഓപ്പോസിറ്റ് നിന്ന ആ പയ്യന്റെ അടുത്ത് നിന്ന് കിട്ടിയപ്പം കുട്ടി എന്തായി, എന്തോ ഒരു അട്രാക്ഷൻ ഉള്ളിൽ നിന്ന് തോന്നി. അപ്പം അതൊന്നും സ്നേഹമല്ല, അതൊക്കെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈൻഡ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണ് നമ്മൾ ഈ പാറ്റേണുകളെ ഇതിൽ കിടക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച്, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന സാധനങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ചിന്ത രൂപപ്പെടുക. നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് ചിന്തിക്കുക എന്ന് പറഞ്ഞില്ല, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും എടുത്തിട്ടുണ്ടാകുക. 8 വയസ്സ് വരെ കിട്ടിയ കാര്യങ്ങൾ അതിനനുസരിച്ചിട്ട് ചിന്ത രൂപപ്പെടും. ആ ചിന്തക്കനുസരിച്ചിട്ടുള്ള എത്ര വിചാരിച്ചാലും എനിക്ക് അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്ന് പറയുന്നില്ലേ, ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ പാറ്റേണിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചിന്തയും. ആ ചിന്ത എത്രത്തോളം നെഗറ്റീവ് കലർന്നതാണോ അതിനനുസരിച്ചിട്ടുള്ള നെഗറ്റീവ് കലർന്ന സംസാരമായിരിക്കും ഉണ്ടാവുക. കാരണം എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും അല്ലെ എന്തൊക്കെ ചെയ്താലും എന്താണ് ആ ഒരു രീതിക്കുള്ള സംസാരം മാറൂല. പറയും അല്ലെ, നമ്മൾ പറയൂലേ, അവർ നന്ദിയില്ലാത്ത സംസാരം, എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരുടെ ഉള്ളിൽ അവർക്ക് അങ്ങോട്ട് ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. ഇവരാഗ്രഹിച്ച രീതിയിൽ എവിടെക്കോ മിസ്സായി പോയിട്ടാണ്. അപ്പം ശരിക്കും നമ്മളിത് ഹീലിങ്ങിലൂടെ പുറത്ത് വരുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാവുക, ഇവർക്ക് ഇന്നതാണ്, ഇന്ന കാര്യമാണ്, അപ്പോൾ നമ്മൾ അവരെ പാരൻസിനെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ഓരോ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന മീൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും, ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ കുട്ടീൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചാൽ തന്നെ നമ്മൾ പെട്ടെന്ന് അത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കൂല. അങ്ങനെ നമ്മൾ ഇമോഷൻസ് ഒക്കെ ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ സംസാരത്തിൻ്റെ രീതി, നമ്മളെ ആ ഒരു ആക്ഷൻസ് എല്ലാം മാറി വരും, ഓട്ടോമാറ്റിക്കലി മാറും. കാരണം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ മാറി വരുന്നു, ഉള്ളിലുള്ള ഇമോഷൻസ് ഒക്കെ പോകുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ മാറി വരും. ചില ആളുകൾ പറയൂലേ, ഒരു ഒരു ഒരാളടുത്ത് സംസാരിച്ച സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞേ, അവൾക്ക് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം, വേറെ ആരുടെ ഇല്ല. അപ്പം ആൾക്ക് ഞാൻ പറഞ്ഞെടുത്ത്, കാരണം ഇവർ ഇങ്ങനെയൊക്കെ വളർന്നത് ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്ത് കിട്ടണം എന്നുള്ളൊരു മൈൻഡാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പം ഇത് എവിടെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ന്യൂട്രൽ മനുഷ്യനാണ്, ആള് എന്താണ്
എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം. പക്ഷേ ഈ വൈഫിന് ഇത് സഹിക്കൂല. ഒരു ഭയങ്കര പൊസസീവ്നെസ്. അത് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? നമ്മൾ എവിടേക്കോ ആഗ്രഹിച്ച നീഡുകൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ഹീൽ ചെയ്യപ്പെടണം, ഫുൾഫിൽ ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഒരു പാവ മനുഷ്യനും കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ട്രോമയൊക്കെ ഉള്ള സ്ത്രീകളാണ് വൈഫായിട്ട് വരുന്നത് വെച്ചാൽ ഹസ്ബൻഡുമാർ പെട്ടും. കാരണം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരങ്ങ് സറണ്ടർഡ് ആയി കൊടുക്കും. അപ്പം എന്താ പറയുക, ഓളെ എന്താ അങ്ങനെയൊക്കെ പറയൂലേ, ഓൾ അണ്ടറിലാണ്, ഓളെ തൊട്ടതിന് ശേഷം പിന്നെ ഒന്നും വേറൊന്നും ഓനറിയാം. പക്ഷേ ഈ സാധു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയും പവറാണ്. അപ്പം ഇവിടെ ഞാൻ എന്താ ചെയ്യുക, അവർക്ക് ഒന്നും നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. കോൺഷ്യസ്ലി ഇവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പം സബ് കോൺഷ്യസ്ലി ഇത്രയും ക്രേവിങ്ങും ഈ ഇതൊക്കെ നീടൊക്കെ കിടക്കുമ്പം അപ്പം അങ്ങനെയുള്ള ഹസ്ബൻഡുമാർ, ആൾക്ക് ഞാൻ ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെയാണ്. അപ്പം പിന്നാണ് ആൾക്ക് മനസ്സിലായത്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ അമ്മയൊക്കെ ഇവരമ്മൻ്റെ ഒരു സ്വഭാവം ആ ഒരു ഇതേ പാറ്റേൺ ആണ്. അപ്പം ഇവർ ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ പുറത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലാണ് പ്രോബ്ലവും സൊല്യൂഷനും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കണം ഇതൊന്ന് ഹീൽ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികളെ ഒരുപാട് നമ്മൾ പറയൂലേ, ഇതിൻ്റെ ഒരു പാർട്ടും കൂടെ ഉണ്ടായിരുന്നു, അതിനിപ്പോൾ ടൈമില്ല. നമ്മൾ ഈ ചൈൽഡ്ഹുഡിൽ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോയാൽ എന്തൊക്കെ രീതിയിലേക്ക് പോകും കുട്ടികൾ എന്നുള്ളത്. അപ്പം അത് നമുക്കൊരു ഫ്രീ സെഷൻ വെച്ചിട്ട് അവിടെ എടുക്കാം. അപ്പം ഇവര് നമുക്ക് മനസ്സിലാവില്ല എന്താ നമ്മൾ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്നോ. ചിലരെ നമ്മളറിയില്ലേ, ഒന്നും മനസ്സിലാവില്ല, ദേഷ്യം പിടിച്ചാൽ അങ്ങനെ ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ ആ ഒരു ചൈൽഡ്ഹുഡ് അത്രയും പവർഫുള്ളാണ്. നമ്മുടെ 7 years വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ആ ബ്രെയിന് നമുക്കറിയാമല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു രോഗം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിലൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ബ്രെയിനിനെ ഷട്ട് ഡൗൺ ചെയ്യിപ്പിച്ച് നമ്മളെ ഹിപ്നോസിസ് സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ സജഷൻ കൊടുക്കും. അങ്ങനെയാണ്, നീ സെറ്റാണ്, നീ എന്താണോ അവിടുത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയും. അതൊക്കെ നമ്മൾ അവിടെ ചെയ്യാം. അപ്പം 7 വയസ്സ് വരെ കുട്ടി ഓൾറെഡി ഹിപ്നോസിസ് സ്റ്റേറ്റിലാണ്, അവരുടെ ബ്രെയിൻ അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം എന്താണ്, അവിടേക്ക് നന്നായിട്ട് പിടിച്ച് വളരും. അപ്പം നമ്മളെ സംസാരവും പെരുമാറ്റവും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മാറുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മളിൽ എന്തോ മാറ്റാനുണ്ടോ. അപ്പോൾ കുട്ടീൻ്റെ ഓരോ പ്രായത്തിലുള്ള കളികളും എന്താണ്, പഠിച്ചോൻ ആഗ്രഹമുണ്ട്. നമുക്കറിയാലോ, ഖുർആനിൽ പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ മാറ്റാണ്ട് നിങ്ങൾ പുറത്തെ സാഹചര്യം മാറ്റിത്തരാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പം നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് പുറത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അല്ലെ നമ്മളെന്താ പറയുക, അമ്മായിമ്മ ഇങ്ങനെയാണ്, ഹസ്ബൻഡ് എങ്ങനെയാണ് പെരുമാറുക, മക്കൾ ഇങ്ങനെയാണ്, എല്ലാം കൂടെ ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമാണ്, സ്വസ്ഥത ഇല്ല, പ്രശ്നമാണ്, പൈസ ഇല്ല. ഇതൊക്കെ പൈസയെ പറ്റി അല്ലെങ്കിൽ മണിയെ പറ്റി റിലേഷൻഷിപ്പിനെ പറ്റി ഒക്കെ ഈ 7 വയസ്സ് വരെ നമുക്കൊരു ബ്ലൂ പ്രിന്റ് രൂപപ്പെടുന്നതെന്നാണ് പറയാം. 85 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് വേണ്ട ഒരു ബ്ലൂ പ്രിന്റ്, ഒരു സ്ക്രിപ്റ്റ് രൂപപ്പെടുന്നത് 0 to 7 ഇയേഴ്സിനിടക്കാണ്. അത് നമ്മുടെ ഉള്ളിൽ, അപ്പം നമ്മൾ പറയില്ല പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾ വളരെയധികം ശരിക്കും ഞാൻ പറയുക എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസി വേണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുന്നേ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എടുക്കണം. എന്നിട്ട് എന്താക്കണം, എല്ലാം ഹീൽ ചെയ്തൊരു ഫ്രഷ് ആയിട്ട് നമ്മൾ പ്രഗ്നൻസി ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ട്രോമയൊന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുന്ന പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത്തരം സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഒന്നുകിൽ നമുക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമ്മൾ ആങ്സൈറ്റി, എന്താകും. ചിലർ കാണല്ലേ, കുട്ടികളെ പറ്റിയിട്ട് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. ഈ കാലഘട്ടം ഇങ്ങനെയാണ്, മറ്റേതാണ്, എന്താകും ഇങ്ങനെ പോയാൽ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി പെടുന്ന ആളുകളുണ്ടാവും. ഈ ആങ്സൈറ്റി ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഇതേ സാധനമായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക.
ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കുന്നത്. അവർക്കൊരു ട്രസ്റ്റോ ഫെയ്ത്തോ കുട്ടികൾക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അല്ല നീ ചെയ്തോ, ഓക്കെ ആണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോട് എന്നൊരു ധൈര്യം പാരൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്താക്കണം, പാരൻ്റൽ നമ്മൾ ഹീൽ ചെയ്യപ്പെടണം. കുറേ കാര്യങ്ങൾ എന്താണ് ജനറേഷണലായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ജനറേഷണൽ പാറ്റേണുകൾ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിൽ. പാരമ്പര്യ പാരൻറ്റിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് പാരൻസിന് കിട്ടിയ ട്രോമ ഒരു നമുക്ക് തരും, നമുക്ക് കിട്ടിയ ട്രോമ നമ്മൾ മക്കൾക്ക് കൊടുക്കും. അത് കുറേ അറിയാണ്ട് കൊടുക്കും, അറിഞ്ഞു കൊടുക്കും, ഒക്കെ ഉണ്ടാവും. കോൺഷ്യസ്ലി ഒക്കെ നമുക്കറിയെങ്കിലും ഇടയ്ക്ക് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് പോവും, അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് പോവും. അപ്പം ഇതിൻ്റെ ഒരു പാർട്ടും കൂടെ നമ്മളൊരു ഫ്രീ സെഷൻ വെക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടും കൂടെ എടുത്തു തരും ഇൻഷാ അള്ളാ. ഓക്കെ, എൻ്റെ ഒരു കുഞ്ഞ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, 4 മണിയായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ട് ഞാനൊരു ചെറിയ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ തരട്ടെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യും. എല്ലാവരും എവിടെ പോയി, ആരും ഇല്ലേ? യെസ് യെസ് യെസ്, തന്നോളി. ഇന്നർ ചൈൽഡിൽ അങ്ങ് ലയിച്ചു പോയി. കുറച്ച് ലേറ്റ് ആയാണ് ജോയിൻ ചെയ്തത്. പക്ഷെ എന്താ പറയാ, നിങ്ങള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ ഞാനിപ്പോ ഇങ്ങനെ ഗൈഡിന്റെ ഒരു ഹോം മാസ്റ്റേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലും ഇതാണ് കേൾക്കുന്നത്, ഇവിടെ വന്നപ്പോഴും ഇതാ കേൾക്കുന്നത്. മൊത്തത്തില് എന്താ പറയാ, എന്തെല്ലാം അബദ്ധങ്ങളിലൂടെ ശരിക്ക് ഞങ്ങളെ ഹീൽ തന്നെ വേണം. തീർച്ചയായിട്ടും. എന്തായാലും വൈൻഡപ്പ് ചെയ്യാന്ന് പറയുമ്പോ ഇനിയും പറയണേന്ന് തോന്നിപ്പോവാ. എത്രയും പെട്ടെന്ന് അടുത്ത ഫ്രീ സെഷനായിട്ട് ഒരു വരാം. മണിക്കൂർ തന്നെ സെഷൻ, ആദ്യം മെഡിറ്റേഷൻ തന്ന ടൈം പോകണ്ടെന്ന് വിചാരിച്ചേ. ആ ഞാന് പെട്ടെന്ന് ടൈം മറന്നുപോയി. അപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്ത്. 2 സെഷനും അറ്റൻഡ് ചെയ്തിരുന്നു, റിൻഷിന്റെയും അതേപോലെ ഫസ്റ്റും. 3 എല്ലാം സൂപ്പർ, നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും കടക്കാം. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലിരിക്കുക. ഓക്കെ. ഓക്കെ, എല്ലാവരും അവനവന് കംഫർട്ടബിൾ ആയ രീതിയിൽ ഇരിക്കുക. ആരും ഒരു പ്രഷറും ഫോഴ്സും ഒന്നും കൊടുക്കാതെ കാല് നിലത്ത് നല്ലോണം അമർത്തി വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ എനർജി ഫ്ലോ ചെയ്യട്ടെ. എന്നിട്ട് മെല്ലെ സാവകാശം കണ്ണുകളടയ്ക്കാം. ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. മെല്ലെ നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് ബ്രീത്ത് എടുത്ത് വിടാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശ്വാസം ഉള്ളോട്ട് എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിൽ നിന്നും ഒരു ഹീലിംഗ് എനർജി ഗോൾഡൻ യെല്ലോ കളറിൽ ഉള്ളോട്ട് പോകുന്നതായും അത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ശരീരമാസകലം വ്യാപിക്കുന്നതായിട്ടും ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. എന്നിട്ട് ഉള്ളിലുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ്, സ്ട്രെസ്സ്, പെയിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും ശ്വാസത്തിലൂടെ കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നു. ശ്വാസം എടുക്കാം. മെല്ലെ ഹോൾഡ് ചെയ്ത് ഒരു സെക്കൻഡ് നിന്നിട്ട് മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ഹോൾഡ് ഓൺ. സ്ലോലി ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും നിലത്ത് പോയി പതിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ബോഡിയെ നന്നായിട്ട് റിലാക്സ് ചെയ്യാം. കാലിൻ്റെ പാദം, മുട്ട്, അരക്കെട്ട്, വയറിൻ്റെ ഭാഗം, നെഞ്ചിൻ്റെ ഭാഗം, ഷോൾഡർ, 2 കൈകൾ, മുഖം, തലയുടെ ഭാഗം, മുകൾ ഭാഗം, തലയുടെ ബാക്ക് ഭാഗം, ഫേസ് എല്ലാം മനസ്സിൽ കണ്ട് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് റിലാക്സ്. മെല്ലെ ഒരു കുളത്തിലെ ഓളങ്ങൾ ഉള്ള ഒരു കുളത്തിലെ വെള്ളം ഓളങ്ങൾ അടങ്ങി എങ്ങനെ ശാന്തമാകുന്നോ അതുപോലെ നമ്മുടെ മൈൻഡ് ചിന്തകളെല്ലാം അടങ്ങി ശാന്തമാകുന്നു. കുളത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ കാണുന്നത് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ മൈൻഡിൻ്റെ അഗാധ തലത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ട്.
ദെൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധ തലത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ഒരു പ്യുവർ സെൽഫിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ തന്നെ ഒരു പ്യുവർ വേർഷൻ ഉണ്ട്, ഒരു ഹയർ പാർട്ട് ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യാം. അൾട്ടിമേറ്റ് ഒരു കോഡ് കണക്ക് ഒരു ലൈറ്റ് തലയിൽ വന്ന് ആ ക്രിയേറ്ററിലേക്ക് നമ്മൾ കണക്ട് ആകുന്നു. ദെൻ നമ്മളൊരു 20 സ്റ്റെപ്പുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മൾ മെല്ലെ സ്റ്റെപ്പുകൾ കയറി തുടങ്ങാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നമ്മൾ 20 സ്റ്റെപ്പും കയറി മെല്ലെ ഒരു കോറിഡോറിലൂടെ നടന്ന് ഒരു സുന്ദരമായൊരു റൂമിലേക്കാണ് പോയത്. അവിടെ നമുക്ക് ഇരിക്കാനൊരു സ്പേസ് ഉണ്ട്. നല്ല പ്രൈവസി ഒക്കെ ഉള്ള റൂമാണ്. നല്ല AC റൂമാണ്. ആരുമില്ല, ശാന്തമാണ്, സ്വസ്ഥമാണ്. നമ്മൾ ആ ചെയറിൽ പോയിട്ടിരുന്നു. റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് നമ്മളുടെ തന്നെ ഒരു ചെറിയ പാർട്ട്, കുഞ്ഞു വേർഷൻ അവിടെ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളെ നോക്കുന്നുണ്ട്. ചിലർക്ക് അതിനെ എങ്ങനെയും കാണാം, ചിലർക്ക് കാണാതിരിക്കാം, ചിലർക്ക് ക്ലിയർ ആയിട്ട് കാണാം. കണ്ടില്ല എന്ന് വിചാരിച്ച് ആരും വറി ചെയ്യണ്ട. എങ്ങനെയാണോ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് അതിനെ നിങ്ങൾ എടുക്കുക. എന്തോ ഒരു വിഷമമുണ്ട്, പ്രയാസങ്ങളുണ്ട്, ചൊടിയുണ്ട്, എന്തോ ദേഷ്യമുണ്ട്, എന്തോ നമ്മൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. മെല്ലെ നമ്മൾ എണീറ്റ് നടന്ന് ആ ഡോറിൻ്റെ അടുത്തേക്ക് പോയി മെല്ലെ ആ ചൈൽഡിൻ്റെ കൈക്ക് പിടിച്ച് സ്നേഹത്തോടെ കൂടെ കൂട്ടി റൂമിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. എന്തോ ചൊടിയുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്, എന്തോ വെറീസൊക്കെ ഉണ്ട്, സങ്കടമുണ്ട്. നമുക്കൊരുപാട് ക്ഷമ ചോദിക്കാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. നീ എൻ്റെ കൂടെ കൂടിയതിൽ ഇത്രയും കാലം നീ എൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഐ ആം സോറി ഡിയർ, പ്ലീസ് ഫോർഗിവ് മീ. എനിക്ക് പുറത്തു തരണം, എനിക്ക് ക്ഷമിച്ചു തരണം. ഇനി ഒരിക്കലും നിന്നെ കൈവിടില്ല. ഇനിയുള്ള എൻ്റെ ജീവിതയാത്രയിൽ നീ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ഐ ലവ് യു, ഐ താങ്ക് യു. ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് സ്നേഹം കൊടുക്കാം, ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്നേഹം കൊടുക്കണോ അതൊക്കെ കൊടുക്കാം. അവിടെ നിന്ന് എന്താണോ പറയുന്നത്, കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ, ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ദേഷ്യം, അതൊക്കെ നിങ്ങൾക്ക് ആ കുട്ടിയുടെ പ്രായത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് അതൊക്കെ കേൾക്കാം. ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാം. ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഐ എം സോറി ഡിയർ, ഐ എം സോറി ഡിയർ. നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്ന് വാക്ക് കൊടുക്കാം. ഒരുപാട് തവണ നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ഫോർഗീവ്നെസ് ചോദിക്കുകയും നന്ദി അറിയിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്യാം. നന്നായിട്ട് ഫോർഗീവ്നെസ് ചോദിക്കുക. നമ്മളോടൊന്ന് സെറ്റ് ആവുന്നത് വരെ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി ഡിയർ, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ആം സോറി ഡിയർ, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ ലവ് യു ഡിയർ, ഐ ലവ് യു മുത്തേ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സ്നേഹം പ്രകടിപ്പിക്കാം, ഹഗ് ചെയ്യാം.
ഒരുപാട് ഹഗ് ചെയ്ത് ആ സ്നേഹം മുഴുവൻ, അത് ആഗ്രഹിച്ച രീതിയിലുള്ള സ്നേഹം എങ്ങനെയാണോ ആ പരാതികളൊക്കെ കേട്ടിട്ട് അവിടെ കൊടുക്കേണ്ട നീഡ് എന്താണോ അത് അവിടെ കൊടുത്തിട്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ എൻ്റെ ഒപ്പം, നിന്റെ ഒപ്പം ഞാനുണ്ട് എന്ന് പ്രോമിസ് ചെയ്തിട്ട് നന്നായി ഹഗ് ചെയ്ത് ഓക്കെ ആണോ എന്ന് ചോദിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഫോർഗീവ്നെസ് ചോദിച്ച് വീണ്ടും ഓക്കെ ആക്കിയതിന് ശേഷം ആ കുഞ്ഞിനെ മെല്ലെ ശ്വാസത്തിലൂടെ ഹൃദയത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോമിസ് കൊടുക്കുക. ഓക്കെ ആണോ എന്ന് ചോദിക്കുക. ഓക്കെ ആക്കിയതിന് ശേഷം ശ്വാസത്തിലൂടെ ഹൃദയത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. മെല്ലെ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ചെയറെല്ലാം ഒന്ന് വേറാകുക. ബോഡിയെ വേറാക്കുക. ബ്രീത്ത് എടുക്കുക. മെല്ലെ ബ്രീത്ത് എടുത്ത് ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്ത് take a deep breath in, breathe out slowly. Take a deep breath in, breathe out slowly. ഞാൻ 3 വരെ എണ്ണുമ്പോഴേക്കും മെല്ലെ കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി ചൂടാക്കി മുഖത്തും കണ്ണിലുമൊക്കെ റബ്ബ് ചെയ്തിട്ട് തിരിച്ചു വരാം. 1, 2, 3. മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നോ? മെഡിറ്റേഷൻ ഫീൽ ചെയ്തോ? ഓ, ഫീൽ ചെയ്തു. നിങ്ങളെ കുട്ടിനെ നിങ്ങൾ കണ്ടോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടീനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചത്. അപ്പൊ ശരിക്ക് കണ്ടു, അവളുടെ അടുത്തൊക്കെ പോയി. പക്ഷെ ഒരുപാട് ഓർമ്മകളൊന്നും അങ്ങനെ തോന്നിയില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് എന്തൊക്കെയോ പോരാൻ തോന്നിയില്ല നിങ്ങൾ വിളിച്ചപ്പോ. നല്ല നല്ല ഫീൽ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ലതായിരുന്നു. അങ്ങനെ ഇത് എന്താ പറയാ, നിങ്ങൾ പേഴ്സണലി ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇന്നർ ചൈൽഡ് ഹീലിംഗ്? ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഗ്രൂപ്പിന് ആളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ സെഷൻ എടുക്കും. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻഡിവിജ്വൽ ആയിട്ടാണ്. പേഴ്സണൽ നമ്പർ ഒന്ന് തരുമോ? എന്നാ ഞാൻ നമുക്ക് ഇങ്ങനെ കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ മക്കൾക്കൊക്കെയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മക്കളെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഹീലായാൽ മതി. മക്കളിലും ആവും അല്ലേ? മക്കള് എത്ര വയസ്സുള്ള കുട്ടികളാ? 30, 25. നമ്മള് ഹീലായാ മതി. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേ, ഹോം മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റുമ്പോ തന്നെ ഒരുപാട് ഇത് വരുന്നുണ്ട്. നല്ലൊരു സെഷന് തിയറി പാർട്ട് ഗ്രൂപ്പായിട്ട് കൊടുക്കും. പിന്നെ ഹീലിംഗ് അവന് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കുമല്ലോ കാര്യങ്ങൾ പോകേണ്ടി വരിക. അപ്പം അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഒരു 90 days ഒരു ഫോളോ അപ്പ് ഓരോ കൂടെ നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത്
അങ്ങനെ ഉം. പോവുക ചെയ്യും. നിങ്ങളെ നമ്പർ ഒന്ന് തരുമോ? എനിക്ക് ഒന്ന് രണ്ട് പേർക്കൊന്ന് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പേഴ്സണലിൽ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്താ പോരെ? ഓ മതി. ഉം. എൻ്റെ നമ്പർ 994 ഉം. 664. 994 664. ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, റിൻഷിനെ ചാറ്റിൽ ഇട്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ താങ്ക് യു. ഇങ്ങനെ 9186 ആണ്. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ? നമ്മള് ഹീൽ ചെയ്താൽ തന്നെ നമുക്ക് അതിലൂടെ മക്കളെ, വലിയ കുട്ടികളാണെങ്കിലും അവരെയും ഹീൽ ചെയ്യിക്കാം അല്ലേ? നമ്മൾ ഹീലാവുന്നതിനനുസരിച്ച് കുട്ടികളിലെ ചേഞ്ച് നമ്മൾ കാണും. ആ അത് ശരിയാണ്. അത് ഫീൽ ചെയ്യുന്നു. അപ്പൊ പിന്നെ മക്കൾക്ക് വേറെ വേണ്ട. വേണ്ട വേണ്ട വേണ്ട. ഇനി അവര് റെഡി ആയിട്ട് വരുമ്പോ എന്താണ് നമ്മളെ ചേഞ്ച് ഒക്കെ കണ്ടിട്ടേ അവർക്ക് ആ തോന്നാണ് എനിക്കും ആ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ആ ഞാൻ സജസ്റ്റ് എപ്പോഴും വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ഒക്കെ ആവുന്നതിന്റെ മുന്നേ ഉം. നമ്മളൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം. അതാ ഞാൻ ചോദിച്ചത്. കാരണം എന്റെ നമ്മുടെ ഒരു കുട്ടികൾ മോന്റെ കല്യാണം കഴിഞ്ഞ്, ഒരു മോനിപ്പോ കല്യാണപ്രായം എത്തിയോണ്ട് അത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. പക്ഷെ അവര് ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരിപ്പോ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ പറഞ്ഞാല്. പക്ഷെ ഞാന് മാറിയപ്പോ തന്നെ എനിക്ക് ഒരുപാട് അവരിലും മാറ്റം തോന്നുന്നുണ്ട്. അവരിലല്ല, എന്നിൽ തന്നെയാണ് മാറിയിട്ടുള്ളത്. പക്ഷെ കാരണം ആ പോസിറ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോ. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു അതെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയാതെ തന്നെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ശരിക്കും എന്റെ മാറ്റം തന്നെയാണ് അത്. ഇതുവരെ നമ്മൾ ആ അവയർനെസ്സിലല്ല, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയിലല്ലായിരുന്നു. ശരിക്ക് അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഇനിയിപ്പോ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ല. അപ്പൊ ഞാനിപ്പോ എന്റെ രണ്ടാമത്തെ മോനിപ്പോ കല്യാണപ്രായം ആയിട്ടുണ്ട്. മൂത്താള് കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ അവരൊരു പാരന്റിങ് സ്റ്റേജിലൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവരുടെ പാരന്റിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പാരന്റിങ് ആയിരുന്നു. കാരണം എന്റെ ചെറുപ്പത്തിലായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലൂടെയും പോയിട്ടുണ്ട്. കാരണം നമ്മളെ സറൗണ്ടിങ്സ് എല്ലാവരും നമ്മളെ ഫോഴ്സ് ചെയ്യാൻ അങ്ങനെയല്ലേ. അടിക്കാഞ്ഞിട്ടാണ്. അന്നേരം ഒന്നും മനസ്സിലാവൂല. കാരണം ഉള്ളിൽ എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. നമുക്കൊന്നും മനസ്സിലാവൂല. ഇല്ല. കുറ്റക്കാര് ആ നമ്മളെ പുറത്തുള്ള ആളുകളാണെന്ന് വിചാരിക്കാം. പക്ഷെ അതെ നമ്മളെ അതെ ഉള്ളിൽ അതെ. തന്നെ കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവൂല. നമ്മള് അപ്പൊ ശരിക്കും അപ്പൊ ആ കുട്ടികൾക്ക് അത് ഹീൽ ചെയ്തെങ്കിലല്ലേ അവരിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അവരെ തോട്ട് അവരുടെ പ്രോസസ്സിലൊക്കെ. ഫാദർ വുണ്ട് എന്ന് പറയുന്നത് നമ്മളെ ജനറേഷണൽ പോകുന്നതാണ്. കാരണം നമ്മളെ ഫാദർ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ മക്കളിലേക്ക് അത് ജനറേഷണലി ആൻസിസ്ട്രലി പോകും. നമ്മൾ സ്വത്തും പൈസയും വീടും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ വൂണ്ട് ഓട്ടോമാറ്റിക്കലി കുട്ടികളിലേക്ക് അത് പോകും. നമ്മൾ ജനറേഷണൽ ആയിട്ട് പോകും. മദർ വൂണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മദറിൽ നിന്നാണ് കിട്ടുക. നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ഇമോഷണൽ അവൈലബിലിറ്റി മദറിനോട് കിട്ടിയിട്ടില്ലെങ്കിൽ, മദർ നമുക്കത് തന്നിട്ടില്ലെങ്കിൽ, മദർ എന്നുമ്പം നമ്മൾ കരഞ്ഞ സമയത്ത് ഉമ്മ എന്തേലും പണിയിലാണെങ്കിൽ ലേശം കരഞ്ഞോട്ടെ, ഞാനൊക്കെ എത്ര ചെയ്തിട്ടുണ്ട്. പിന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഞാൻ എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലൂടെ ഒക്കെ പോയ സമയത്താണ് മക്കളുമായിട്ട് ഞാൻ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത്. എന്നിട്ടും ഞാൻ എൻ്റെ കുട്ടികളെ കുറ്റം പറയാം. എന്തിനും അങ്ങനെയാണ് അവരങ്ങനെ, അവരടുത്ത് ഒന്നും പറഞ്ഞുകൂടാന്ന് പറയും. കാരണം എനിക്കൊന്നും കേട്ടുകൂടാ. അതാണ് എൻ്റെ അവസ്ഥ. ശരിക്കും അന്നൊക്കെ എനിക്ക് നമ്മൾ ആ അവയർനെസ്സിലല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ചീത്ത പറയുകയും അടിക്കുകയും നമ്മൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആവാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്ക് അപ്പൊ അതും നമ്മൾ ക്യൂർ ആയാൽ തന്നെ അവരിൽ മാറ്റം വന്നോളൂ അല്ലെ. പിന്നെ ഉമ്മമാരാണ് ശരിക്കും മാറേണ്ടത്. ഉമ്മമാര് മാറണം ശരിക്കും. ഹസ്ബൻഡിനെ വരെ നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും വേണ്ട, നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു തോട്ട് വെച്ചിങ്ങനെ നിന്നേച്ചാ മതി. കുട്ടികളെ നമ്മൾ വെറുതെ അങ്ങനെ നമ്മൾ അറിയുന്നില്ല ശരിക്കും. ഇവര് ഒരു 7 വയസ്സ് വരെ നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കണ്ട, ഒന്നും സ്ട്രക്ചേർഡ് ആക്കണ്ട. ശരിക്കും അവരെന്താണോ അങ്ങനെ അവരെ കൂടെ കൂടി നടന്നാൽ മതി. എന്നിട്ട് ഇപ്പം നമ്മളെ പാരൻസ് കുറേ മദ്രസയിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, നിസ്കരിക്കൂല. അതൊക്കെ ഭയങ്കര പാടാണ്. കാരണം 7 വയസ്സ് വരെ ഒന്നും വേണ്ട, നമ്മളിങ്ങനെ അമ്മയും അപ്പയും ഒക്കെ നിസ്കരിച്ച് ആ കൂട്ടത്തിൽ ഇങ്ങനെ കൂടി അവരങ്ങനെ ചെയ്ത് പോയാൽ മതി. പിന്നെ നമ്മൾ പറയും 7 വയസ്സ് വരെയുള്ള സമയത്തൊക്കെ മദ്രസയിലൊക്കെ ഞാൻ അതിനൊക്കെ ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കും കേട്ടോ. അടിച്ചും കുറ്റപ്പെടുത്തിയും ഒരിക്കലും മദ്രസയിൽ നിന്നൊന്നും പഠിച്ചവനെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കരുത്.
എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ഉം. മറന്നു പോയത് ശരിക്കും ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു വിപരീതമായ ഇമോഷൻസ് അല്ലേ പോകുന്നത്. അപ്പം പഠിച്ചോന്റെ പേരിൽ പഠിക്കാത്തതിന്റെ പേരിൽ എനിക്ക് അടി കിട്ടിയെന്ന പഠിച്ചോൻ ശരിക്കും അത് അങ്ങനെയുള്ളതല്ലല്ലോ. അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണല്ലോ ഒരു ടീച്ചറും പാരൻസും നിൽക്കേണ്ടത്. അൺകണ്ടീഷണലി ഒന്നും ചെയ്ത് സാരല്ല എന്ന് പറഞ്ഞത് മെൻറ്ററായിട്ട് തിരുത്തി കൊടുക്കാൻ പറ്റണല്ലോ. അപ്പോൾ നമുക്കതിന് പറ്റാത്ത എന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളിൽ ഇതേ സാധനം കിട്ടിയിട്ടുണ്ടാകും. നിസ്കരിച്ചില്ല പറയുമ്പോൾ നമ്മളും വഴക്ക് പറയും, എന്താ നിസ്കരിച്ചൂടെ, പക്ഷെ ഇതിനെ കൊണ്ട് റിസൾട്ട് ഉണ്ടാവൂല. ഇതിപ്പോ എത്ര തന്നെ നമ്മൾ കെയർ ചെയ്താലും നമ്മളെ കുട്ടിയപ്പോ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുമ്പോ ഇവർക്ക് അവിടുന്ന് കിട്ടുന്ന പാരന്റിങ് ഇങ്ങനെയല്ലേ. അങ്ങനെ ആണെങ്കിലും നമ്മളെ പാരൻസിന് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു ഉമ്മക്ക് ഇത് ക്ലിയർ ചെയ്യാം. ഒരു ദിവസം ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വൂണ്ട് കാര്യങ്ങളൊക്കെ, ഈ കുട്ടി പെയിൻഫുൾ ആയ കാര്യം അമ്മ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് പറയും. ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഒരു പെയിന് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി ഓടി വരിക ചെയ്യുക. എൻ്റെ അമ്മൻ്റെ അടുത്ത് പോയി അല്ലെ എൻ്റെ അമ്മൻ്റെ അടുത്ത് പോയി ഇതൊന്ന് പറഞ്ഞാലേ ആശ്വാസമാവും. അപ്പോൾ ഓടി വന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ നിൽക്കുക എനിക്ക് പണിയുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയല്ലേ എന്നിപ്പോൾ അവിടെ നിൽക്കുക അറിയോ, കുട്ടി ആകെ സ്റ്റക്കായി പോകും. ഈ എവിടെ പോയി പറയൂത്, അങ്ങനെ നംനെസ് വന്നു പോവാണ്. നമ്മുടെ ഓരോ ക്യാരക്ടറിലും നംനെസ് വരികയാണ്. അപ്പൊ കുട്ടി മനസ്സിലാക്കുകയാണ് എന്ത്, എൻ്റെ പാരൻസിന് എന്നെ കേൾക്കാൻ പറ്റൂല. അപ്പം ഈ കേൾക്കേണ്ട ഒരു മൈൻഡ് ഉണ്ടല്ലോ, കേൾക്കണം എന്നുള്ള ഇതൊന്നും എവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തെ നമ്മളെന്താണ്, ചില പാരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിക്കേൻ്റെ ചെറിയ മിണ്ടരുത്. ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കല്ലേ നമ്മള്, കുട്ടീനെ നമ്മൾ സപ്രസ് ചെയ്യാണ്. അങ്ങനെയുള്ള കുട്ടികൾ ശരിക്കും ബോഡിയും വീക്കാകും മൈൻഡും വീക്കാകും. മിണ്ടിപ്പോകരുത് എന്നറിയാം. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പാരൻറ്റിങ് കൊടുക്കുന്ന ആളുകളിലെ ശരിക്കും അബ്യൂസാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സെക്ഷൽ അബ്യൂസ് കിട്ടുന്നതിനേക്കാണ് എത്രയോ മടങ്ങ് വിപരീത ഫലമാണ് ഇമോഷണൽ അബ്യൂസ് കിട്ടുന്നത് പാരൻസിൻ്റെ അടുത്ത് നിന്ന്. പാരൻസിനെ നമ്മളെ ഈ ഭൂമിയിൽ കുട്ടികൾക്കുള്ള ഏക പ്രതീക്ഷ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് അത്രയും സ്നേഹവും കെയറൊക്കെ കിട്ടി വന്നിട്ട് നമ്മളെ കുട്ടികളുടെ പ്രതീക്ഷയാണ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ അടുത്ത് നിന്ന് കിട്ടുന്നത് ഒരു വിപരീതമായിട്ടുള്ള പെരുമാറ്റം. അപ്പം ഇന്നലെ ഞാൻ ലബീബ മാം പറഞ്ഞില്ലേ, വിരുന്ന് വന്നിട്ട് അപ്പം അവിടെ പോയി പറയെന്താ, ഞാൻ നിങ്ങൾ പഠിച്ചവനോട് പറയൂ അപ്പം നിങ്ങൾ പറഞ്ഞയച്ച ആള് ശരിയല്ലായിരുന്നു, ഞങ്ങൾക്ക് വിചാരിച്ച മാതിരിയുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെ ഇതിൽ പറയുന്നുണ്ടല്ലോ, അവസാനം എന്ത് ചെയ്യും, സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പാരൻസിനെ മക്കൾ പിടിച്ചു വെക്കുന്നു, എന്നാൽ പഠിച്ചവനെ പറഞ്ഞയക്കാനാടെ നിൽക്കട്ടെ, ഇങ്ങനെയൊക്കെ കുറേ കാര്യമുണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. കാരണം ജനറേഷനലി പോരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ സൊസൈറ്റീനെ പേടിച്ചിട്ട് ശരിക്കും നമ്മളാകുക, നമ്മളെന്നാ പ്യുവർ വേർഷനിലേക്ക് പോവുക. അപ്പോൾ കുട്ടികളെ നമ്മളൊന്നും ചെയ്യണ്ട, പോലും നമ്മളെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല, ഓടി വരും. എൻ്റെ ഉമ്മത് കേൾക്കാൻ റെഡിയാണെന്ന് കുട്ടി മനസ്സിലാക്കും. അത് 7 വയസ്സ് വരെയുള്ള നമ്മുടെ ബിഹേവിയർ എന്ന് ആ കുട്ടി മനസ്സിലാക്കും. അപ്പോൾ ഓരോന്നും വന്ന് പറയും. നമുക്ക് എത്ര പണിയാണെങ്കിലും നമ്മളെ ഉള്ളിൽ ഇറിറ്റേഷൻസ് ഒന്നുമില്ല, നമ്മളിങ്ങനെ കേട്ടിരിക്കും. ഓക്കെ, എൻ്റെ മക്കളൊക്കെ വന്ന് എന്തൊക്കെ കഥ പറയുന്നറിയോ, ഈ ഡ്രഗ്സിൻ്റെയും അതും ഇതും ഉപയോഗിക്കുന്നതും അങ്ങനെയാക്കും, എന്തൊക്കെയോ പേരൊക്കെ പറയും, കൂള് മറ്റേത് മറിച്ചത്. ശരിക്കും പണ്ടൊക്കെ ഞാൻ പേടിച്ച് ഇങ്ങനെ കുത്തിരിക്കുക അങ്ങനത്തെ കഥ കേൾക്കുമ്പോൾ. പക്ഷെ ഹസ്ബൻഡ് കൂളായിട്ട് ഇങ്ങനെ കേൾക്കും കേട്ടോ. അതുകൊണ്ട് അവരിങ്ങനെ വന്ന് പറയുന്നത്, എന്നിട്ട് ഇവരെങ്ങോട്ടേ പോകുമ്പോഴേ എനിക്ക് പേടിയാവും. പക്ഷെ ഇപ്പം ഞാനും കേൾക്കും. എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ, ഇവർക്ക് അതേ ആവശ്യമുള്ളൂ, നമ്മളിങ്ങനെ കേട്ട് കൊടുക്കണം. പക്ഷെ നമുക്ക് എന്താണ് ഇതിന് സമയം ഉണ്ടാവില്ല. നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഈ സാധനം നമുക്ക് പോയി ട്രിഗറാവും. അങ്ങനെ പിന്നെ അങ്ങോട്ടും പോകുമ്പോഴേ നമ്മൾ വിളിക്കാൻ നോക്കൂ. പക്ഷെ ഉള്ളിൽ ഈ ആദ്യമായിരിക്കും, നേരത്തെ പറഞ്ഞ കഥയിൽ ആദ്യമായിരിക്കും. പക്ഷെ ഇതിലൊക്കെ നമ്മൾ പുറത്ത് വന്നാലേ എന്താക്കാൻ പറ്റും, നമുക്ക് ആ ശരിയായ ഡയറക്ഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ല സെഷൻ നമ്മൾ ആയിരുന്നു. ഫ്രീ സെഷൻസ് ഈ ഗ്രൂപ്പിൽ ഇനിയും വെക്കും കേട്ടോ. അപ്പം ഇതിന്റെ ബാക്കി നമ്മൾ ഷെയർ ചെയ്യും. ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യല്ലേ? യെസ്.